ഗുഡ് ഈവനിങ് ഓൾ. ഇന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫാമിലി മീറ്റ് ആയിന്ന്. മാക്സിമം ആൾക്കാർ പറ്റുന്ന ആൾക്കാരൊക്കെ ഒന്ന് ക്യാമറ ഓൺ ചെയ്യുന്ന എന്റെ ഹമ്പിൾ റിക്വസ്റ്റാ. അപ്പൊ നമുക്ക് സ്പീക്കേഴ്സിനൊക്കെ സംസാരിക്കാൻ ഒരു ത്രില്ല് കിട്ടത്തുള്ളൂ. പ്ലീസ് പറ്റുന്ന ആൾക്കാരൊക്കെ ക്യാമറ ഓൺ ചെയ്യുക. 4 5 പേരെ ഓൺ ചെയ്തിട്ടുള്ളൂ. കുറച്ചുകൂടെ ആൾക്കാർക്ക് ഓൺ ചെയ്യാൻ പറ്റുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്റെ പേര് ശ്രീജ. ഞാൻ റാസൽ കൈമ UAE ജോയിൻ ചെയ്യുന്നു. പഴയ ആൾക്കാർക്കൊക്കെ എന്നെ അറിയാം, പുതിയ ആൾക്കാർക്കൊക്കെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്ട് ചെയ്തിട്ട് 1 ഇയർ ആയി. ഞാൻ ജോബ് റിസൈൻ ചെയ്ത സമയത്താണ് എനിക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. ഫസ്റ്റ് ഈ ബിസിനസ് എന്റെ ഹസ്ബൻഡ് സ്റ്റാർട്ട് ചെയ്ത്. ബട്ട് ഹസ്ബൻഡ് ജോലി തിരക്കൊക്കെ ആയ കാരണം ഹസ്ബൻഡ് അത്ര ആക്റ്റീവ് അല്ലായിരുന്നു. പ്രൊഡക്റ്റ് ഒക്കെ ഞങ്ങൾ യൂസ് ചെയ്യുമായിരുന്നു. അപ്പൊ പ്രൊഡക്റ്റ് ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം പിന്നെ ഞാൻ ജോബ് റിസൈൻ ചെയ്ത സമയത്ത് അപ്പൊ ഞാൻ ഈ ബിസിനസ് അങ്ങ് ജോയിൻ ചെയ്തു. അപ്പൊ ഈ ബിസിനസ് ജോയിൻ ചെയ്തപ്പോ ആദ്യമൊന്നും എനിക്ക് ഇതിനെ കുറിച്ച് ഒന്നും ഞാൻ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ല. ഇതിനകത്ത് ഇൻകം കിട്ടും അങ്ങനൊക്കെ പറയും. ഒത്തിരി നമുക്ക് ഇപ്പം എന്താ ഒത്തിരി കളിപ്പീരൊക്കെ ഉള്ള കാരണം നമ്മൾ അത്രയും സീരിയസ് ആയിട്ട് എടുത്തില്ല. അപ്പൊ 1 വീക്ക് കണ്ടിന്യൂസ് മീറ്റിംഗ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോ ഇതിന്റെ സാധ്യത ഒക്കെ എനിക്ക് മനസ്സിലായപ്പോ ഞാൻ ഇത് വളരെ പാഷനായിട്ട് ചെയ്യാൻ തുടങ്ങി. ഞാൻ കുറെ പ്രൊഡക്ട്സുകളെല്ലാം മാക്സിമം എല്ലാ പ്രൊഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഒത്തിരി നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. കൊളസ്ട്രോൾ ആയാലും ഷുഗർ ആയാലും പിന്നെ ബാക്ക് പെയിൻ ആയാലും അങ്ങനെ ഒത്തിരി ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ നമ്മുടെ പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ഒരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് നമ്മുടെ എല്ലാ പ്രൊഡക്ട്സും നല്ല നാച്ചുറലാ. നമുക്ക് ഒരു 100%, 110% ബിലീവ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാം നമ്മുടെ ഹെൽത്ത് സപ്ലിമെന്റ്സ്. അതല്ലാതെ നമ്മുടെ സോപ്പ് അല്ലാത്ത നമ്മുടെ വീട്ടിൽ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരെല്ലാം സപ്ലിമെന്റ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ നമ്മുടെ വിനോദ് സാർ, എല്ലാവർക്കും അറിയാവുന്ന വിനോദ് സാറിന്. സാർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ടീമിലെ ഗുരുവാ, ഒരു ഡോക്ടർ പറയാം. സാറിനെ വരെ നമ്മൾ ഏതൊരു പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മൾ ചോദിച്ചാൽ സാർ അന്നേരം നമുക്ക് അതിന്റെ ആയിട്ട് റിപ്ലൈ തരും. സാർ അഥവാ തിരക്കായാലും സാർ പിന്നെ ഞാൻ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരാവുന്നു. അപ്പൊ നമുക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ട്സ് എന്തേലും സപ്ലിമെന്റ്സിനെ കുറിച്ച് അറിയാൻ വല്ലതും ഉണ്ടെങ്കിൽ നമ്മുടെ വിനോദ് സാർ എപ്പോഴും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ നെക്സ്റ്റ് ഞാൻ നമ്മുടെ വിനോദ് സാറിനെ നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാവരുടെ അനുവാദത്തോടെ ഞാൻ വെൽക്കം ചെയ്യുന്നു. സാർ പ്ലീസ് വെൽക്കം. താങ്ക് യു ശ്രീജ മാഡം. വളരെ വണ്ടർഫുൾ ആയിട്ട് എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. അതുപോലെ തന്നെ ഇത് ഒരു ഫാമിലി മീറ്റ് ആണ്. നമ്മൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ ഈ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് മാം പറഞ്ഞതുപോലെ തന്നെ നമ്മൾ മാക്സിമം എല്ലാവരും വീഡിയോ ഓൺ ചെയ്തിരിക്കാൻ പറ്റുന്ന ആളൊക്കെ ഓൺ ചെയ്തിരിക്കാം. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് വിനോദ്, കണ്ണൂരാണ് സ്വദേശം, പ്രവാസിയായിരുന്നു. ഒരു കോവിഡ് വന്ന സമയത്ത് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു. ഇന്ന് വളരെ പാഷനായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് മുന്നോട്ട് പോവുകയാണ്. കാരണം നമുക്ക് യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി എന്തുണ്ടെന്ന് തേടി നടക്കുന്ന സമയത്താണ് എനിക്കിത് കിട്ടിയത്. അതുകൊണ്ട് ഞാൻ ഇതിനെ ശരിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയ സമയത്ത് ഇത് ഏതൊരു വ്യക്തികൾക്കും, ഈ പ്ലാറ്റ്ഫോമിലിരിക്കുന്ന ഏതൊരു വ്യക്തികൾക്കും ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഇന്ന് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നു. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഇവിടെ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ ടീമിലുള്ള ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അവരെ വിളിച്ച് ഈ പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യിപ്പിക്കാം. ഓക്കെ, ഇപ്പം മാം പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഒരുപാട് ചാലഞ്ചസ് നമുക്ക് ഫീൽഡിൽ പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളോട് ആൾക്കാരോട് പറയുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന വ്യക്തികളിൽ തന്നെ ഒരുപാട് സംശയത്തോട് കൂടിയിട്ട് നോക്കുന്ന പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ, നമ്മുടെ ബിസിനസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പൊ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് ഇന്ന് സംസാരിക്കുന്നുണ്ടാവുക. അതിൽ ഞാൻ കുറച്ച് പാർട്ട് മാത്രമാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. അതിൽ നമുക്ക് എന്തായാലും നമ്മുടെ നട്ടെല്ല് എന്ന് പറയുന്നത്, നമ്മുടെ കമ്പനിയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് എന്താണ്? പ്രൊഡക്ട്സ് ആണ് അല്ലെ.
കാരണം പല ആൾക്കാരും ഇവിടെ നമ്മൾ പ്ലാൻ കൊടുക്കുന്ന സമയത്ത് ചോദിക്കാറുണ്ട്, ഈ പ്രൊഡക്റ്റുകളെല്ലാം നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട് അല്ലെ. പക്ഷെ നമ്മൾ എന്താണ്, നമ്മൾ ഇതിന്റെ അകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. നമ്മുടെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പേസ്റ്റ് ആയാലും സോപ്പായാലും കുക്കിംഗ് ഓയിൽ ആയാലും ഫ്ലോർ ക്ലീനർ ആയാലും അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്ട്സുകളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ജസ്റ്റ് ചേഞ്ച് യുവർ ഷോപ്പ്, ആ ഷോപ്പിലൂടെ നമ്മൾ ജസ്റ്റ് നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങൾ ഈ കമ്പനിയുടെ പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നു. അതിലുള്ള എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ അതിലുള്ള റിസൾട്ട്, അതാണ് നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് പല ആൾക്കാരും പല രാജ്യങ്ങളിലായാലും പല സംസ്ഥാനത്തായാലും പല ജില്ലകളിലായാലും നമ്മളെ കൂടെ അസോസിയേറ്റ് വരുന്നത് അല്ലെ. അതിൽ നമ്മൾ എന്താണ് ആദ്യം ചെയ്യേണ്ടത്? ഇവിടെ പുതിയ ആൾക്കാർ ഉള്ളത് കൊണ്ടാണ് ഇന്നിങ്ങനെ രീതിയിൽ സംസാരിക്കുന്നത്. നമ്മൾ എന്താണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത്? നമ്മളൊരു ഐഡിയ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഐഡിയ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ വീട്ടിലേക്ക് ആവശ്യമുള്ള കുറച്ച് പ്രൊഡക്ട്സുകൾ വാങ്ങിക്കുക എന്നുള്ളതാണ്. അത് വാങ്ങിച്ചു, നമ്മൾ ഉപയോഗിച്ചു. കാരണം ഇവിടെ പല ആൾക്കാരും നമ്മളോട് പറയേണ്ടത് എനിക്ക് ആരെയും കിട്ടുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആൾക്കാരെ കിട്ടാത്തത്? കാരണം നമ്മൾ ആ പ്രൊഡക്ട്സ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്ട്സിന്റെ ഗുണം നമ്മൾ കൃത്യമായിട്ട് നമുക്ക് മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മൾ തുടക്കക്കാരെ സംബന്ധിച്ചിട്ട് നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവും, നമുക്ക് ഏത് ഉപയോഗിക്കണം എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള ഒരു അറിവില്ലായ്മ ഉണ്ടാവും. കണ്ടിന്യൂസ് ആയിട്ട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നത് വഴി, കണ്ടിന്യൂസ് ആയിട്ട് നമ്മളെ ആരാണ് ഇൻവൈറ്റ് ചെയ്തത് ആ വ്യക്തിയുമായിട്ട് ഇരിക്കുന്നത് വഴി നമുക്ക് ഓരോ കാര്യങ്ങളും പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. ഓരോ പ്രോഡക്ട്സുകളും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇന്ന് യൂട്യൂബിൽ എല്ലാ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടും എല്ലാ ഡീറ്റെയിൽസും അവൈലബിൾ ആണ്. പക്ഷെ നമ്മളാരും നോക്കാറില്ല, അല്ലെങ്കിൽ നോക്കുന്നവരുണ്ടാവാം, വളരെ ചുരുക്കം ആൾക്കാരുണ്ടാവാം. അവർ പല പല സംശയങ്ങൾ ചോദിക്കാറുണ്ട്. കാരണം നമുക്കിപ്പം ഒരു വ്യക്തി ഒരു തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഒരു ഒറീസയിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തുള്ള ആൾക്കാർക്ക് പോലും നമുക്ക് ഈ പ്രൊഡക്ട്സിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കും. എല്ലാ ലാംഗ്വേജിലും നമുക്ക് അവൈലബിൾ ആണ്, യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫുൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് ഓരോ വീഡിയോസും സഹിതം നമുക്ക് അവൈലബിൾ ആണ്. അത് നമ്മളൊന്ന് തിരിച്ചറിയുക. നമ്മൾ അതിനെ ഓരോ ദിവസവും ഒരു പ്രൊഡക്ട്സ് എങ്കിലും പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഒരുപാട് പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. കാരണം പല പ്രൊഡക്ട്സും പല രീതിയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മൾ എപ്പോഴും പല ആൾക്കാരോട് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഇരിക്കുന്നവരിൽ തന്നെ പല ആൾക്കാരും ചിന്തിക്കാറുണ്ട്, ഉള്ളിലേക്ക് കഴിക്കുന്ന സാധനം ഒന്നും തൽക്കാലം ഇപ്പം വേണ്ട, അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങൾ പേസ്റ്റ് സോപ്പ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാത്രം മതി. അങ്ങനെയായിരിക്കും എല്ലാവരും, മിക്ക ആൾക്കാരും അങ്ങനെയായിരിക്കും ഉണ്ടാവുക. അങ്ങനെയായിരിക്കും എല്ലാവരും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നുണ്ടാവുക, വീട്ടിലേക്കുള്ള അത്യാവശ്യം സോപ്പ് പേസ്റ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പക്ഷെ ഉള്ളിലേക്ക് കഴിക്കേണ്ട സാധനങ്ങൾ, നമ്മൾ ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഏതൊരു വ്യക്തി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എല്ലാവരും സപ്ലിമെന്റ് നിർബന്ധമായിട്ടും കഴിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ പ്രോപ്പറായിട്ട് മിനറൽസ്, പ്രോട്ടീൻസ്, വൈറ്റമിൻസ് കൃത്യമായ അളവിൽ നമുക്ക് ലഭിക്കുന്നുണ്ടോ? നമ്മളെ ബോഡി വെയിറ്റിനനുസരിച്ച് നമുക്ക് എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് കിട്ടുന്നുണ്ടോ? അതിനു വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കൃത്യമായിട്ട് കഴിക്കാറുണ്ടോ? പയറുവർഗ്ഗങ്ങൾ കൃത്യമായിട്ട് കഴിക്കാറുണ്ടോ? ഇലവർഗ്ഗങ്ങൾ കൃത്യമായിട്ട് കഴിക്കാറുണ്ടോ? മിനറൽസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കഴിക്കാറുണ്ടോ എന്നുള്ള നമ്മൾ ശരിക്കും ഓരോ ഫുഡിന് നമ്മൾ രാവിലെ എഴുന്നേറ്റ് രാത്രി കിടക്കുന്നത് വരെയുള്ള കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടോ? ഇതെല്ലാം അടങ്ങിയിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് എല്ലാം പ്രോപ്പറായിട്ട് കിട്ടിയെന്ന് പറയാം. ഇത് നമ്മൾ രാവിലെ എഴുന്നേറ്റ്, കാരണം എല്ലാ ലീഡേഴ്സും പറയുന്നത് പോലെ തന്നെ വെളുത്ത നിറത്തിലുള്ള ഭക്ഷണ രീതിയായിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അതായത് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞ് വെളുത്ത ദോശ, വെളുത്ത പുട്ട്, വെളുത്ത ഇഡലി, ഇങ്ങനെയുള്ള വെളുത്ത സാധനങ്ങൾ. അതുപോലെ ഉച്ചക്കാണെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ്, രാത്രിയിലാണെങ്കിൽ ഒരു പ്ലേറ്റ് ചോറ്, വൈകുന്നേരത്താണെങ്കിൽ ഈ അരി ഭക്ഷണത്തോട് ഉണ്ടാക്കിയ പല പല പലഹാരങ്ങൾ, ഇല്ലെങ്കിൽ മൈദയോട് ഉണ്ടാക്കിയ പല പല പലഹാരങ്ങൾ. ഇതൊക്കെ ആയിരിക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ഇന്ന് കഴിക്കുന്നുണ്ടാവുക. പക്ഷെ അതിന്റെ കൂടെ അഡീഷണൽ ആയിട്ട് നമ്മൾ ഇലവർഗ്ഗങ്ങളോ അല്ലെങ്കിൽ പയറുവർഗ്ഗങ്ങളോ ഇതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ടോ? ആവശ്യത്തിനുള്ള മിനറൽസ് നമുക്ക് ലഭിക്കുന്നുണ്ടോ? ചെക്ക് ചെയ്യാറുണ്ടോ? ഇല്ല. ചെക്ക് ചെയ്യാത്തത് കൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് നിത്യരോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നിത്യരോഗികളായി മാറിക്കൊണ്ടിരിക്കാതിരിക്കാൻ വേണ്ടി നമ്മളെ കമ്പനി നിരവധി സപ്ലിമെന്റ് ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് തന്നിട്ടുണ്ട്. 450ഓളം വരുന്ന ഓൺ പ്രൊഡക്ട്സുകളാണ്. കമ്പനി പറയുന്നത് തന്നെ 2030 ആവുന്ന സമയത്ത് 1000 പ്രൊഡക്ട്സ് ഉള്ള കമ്പനി ആയിട്ട് മാറാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. നമുക്ക് തന്നെ എത്ര 1000 പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ വീട്ടിലേക്കും നമ്മളെ നിത്യ ജീവിതത്തിലേക്കും ഒക്കെ വേണ്ടുന്ന ഇഷ്ടം പോലെ പ്രൊഡക്ട്സുകൾ ഉണ്ടാവും. നമ്മൾ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ 1000 പ്രൊഡക്റ്റിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ആണ് അല്ലെ. 1000 പ്രൊഡക്റ്റിന്റെ ഓണറാണ് നമ്മൾ ഓരോ വ്യക്തികളും. അതിനെ ഒന്ന് മനസ്സിലാക്കുക. 450 പേർ നമുക്ക് സ്വന്തമായിട്ട് നമ്മളെ വീട്ടിൽ ഒരു കുടിൽ വ്യവസായം തുടങ്ങണമെങ്കിൽ ചിലപ്പോൾ ഒരു അച്ചാർ ഉണ്ടാക്കാൻ പറ്റും, ഇല്ലെങ്കിൽ കുറച്ച് അപ്പങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. ഇത് നമുക്ക് 450 പരം പ്രോഡക്ട്സുകൾ നമ്മൾ യാതൊരുവിധ ഇൻവെസ്റ്റ്മെന്റും ചെയ്യാതെ കമ്പനി നമ്മൾക്ക് വേണ്ടിയിട്ട് തന്നിരിക്കുകയാണ്. അതിനെ വിൽക്കോ അല്ലെങ്കിൽ നമുക്ക് യൂസ് ചെയ്യോ, അതിലുള്ള ഗുണങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്ത് അവരെയും യൂസ് ചെയ്യിപ്പിക്കോ, എന്ത് വേണ്ടിയെങ്കിലും ചെയ്യാം അല്ലെ.
കാരണം നമ്മളിവിടെ ഒരു രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്തിട്ടില്ല. അപ്പൊ നമ്മൾ എന്തിനാണ് ഉള്ളിലേക്ക് കഴിക്കേണ്ടത്? എന്തിനാണ് നമ്മൾ സപ്ലിമെന്റ് കഴിക്കേണ്ടത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് കിട്ടാത്ത സാധനങ്ങൾ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കണം. ഇവിടെ പല ആൾക്കാരും, പുതിയ ആൾക്കാരെ സംബന്ധിച്ച് കുറ്റമല്ല പറയുന്നത്, അത് സത്യാവസ്ഥയാണ് പറയുന്നത്. നമ്മളെല്ലാവരും ഇത് കേട്ട സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന അയൽവക്കത്തെ ഒരു ചേട്ടന് ഷുഗർ ഉണ്ട്, ഇന്ന ചേട്ടന് കൊളസ്ട്രോൾ ഉണ്ട്, ഇന്ന ചേട്ടന് അല്ലെങ്കിൽ ഇന്ന ചേച്ചിക്ക് ക്യാൻസർ ഉണ്ട്, ഇല്ലെങ്കിൽ ഇന്ന ചേച്ചിക്ക് ഇതുണ്ട്, അപ്പൊ ആ ചേച്ചിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 50 PV കിട്ടും, ഈ ചേച്ചിയോട് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് 30 PVയുടെ പ്രോഡക്ട്സ് സെയിലാവും, എനിക്ക് ആ ചേച്ചിയോട് പറഞ്ഞു കഴിഞ്ഞാൽ 20 PVയുടെ. ഇങ്ങനെയാണ് നമ്മൾ കൂടുതലായിട്ടും സ്റ്റാർട്ടിംഗ് ലെവലിൽ നമ്മൾ ചിന്തിക്കുന്നുണ്ടാവുക. അപ്പൊ എങ്ങനെയെങ്കിലും ഒരു ഷുഗർ ഉള്ള, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള, അല്ലെങ്കിൽ പ്രഷർ ഉള്ള, അല്ലെങ്കിൽ വെരിക്കോസ് ഉള്ള, അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉള്ള ഏതെങ്കിലും ഒരാൾക്ക് നമ്മുടെ ഒരു കുറച്ച്, അത് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ അറിവുണ്ടാവില്ല, എല്ലാ അറിവും ഇല്ലാതെ കിട്ടുന്ന നോളജ് ഒക്കെ വെച്ചിട്ട് ഏതെങ്കിലും കുറച്ച് പ്രൊഡക്റ്റ് ഒക്കെ അവരിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കാറുണ്ട് അല്ലെ. പക്ഷെ ഞാനിവിടെ നിങ്ങളോട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നമ്മൾക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ ഒരാൾക്ക് നമ്മുടെ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. കാരണം നമുക്ക് നിരവധി പേരുകൾ നമ്മൾ പ്ലാൻ പ്രസന്റേഷൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് കേട്ടിട്ടുണ്ടാവും. ഒരു ജോയിന്റ് പെയിന് ഇന്നതൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷെ അതിന് കൂടെ തന്നെ അവർക്ക് വേറെയും അഡീഷണൽ ആയിട്ട് സപ്ലിമെന്റിന്റെ ആവശ്യമുണ്ടാവും. ഇല്ലെങ്കിൽ അവർ വേറെയും പല പല മരുന്നുകൾ ദിവസങ്ങളോളം കഴിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ മാസങ്ങളോളം, അല്ലെങ്കിൽ വർഷങ്ങളോളം പല മരുന്നുകളും കഴിക്കുന്ന ആളായിരിക്കും. നമ്മൾ ഒരു വ്യക്തിയെ നമുക്ക് ഒരു സപ്ലിമെന്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ആ വ്യക്തിക്ക് എന്തിനാണ് നമ്മൾ ഇത് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ വ്യക്തി എന്തിനാണ് ഇത് കഴിക്കാൻ വേണ്ടി പോകുന്നത്. അതിന്റെ ഒരു തിരിച്ചറിവ് നമുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ അസുഖം ബാധിച്ച് കിടപ്പിലായവർക്കെല്ലാം നമ്മളെ സപ്ലിമെന്റ് കൊടുക്കേണ്ടത്. അസുഖം വരാതിരിക്കാനും അതുപോലെ തന്നെ അസുഖം സ്റ്റാർട്ടിംഗ് ലെവലിലുള്ളവർക്കൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇത് ഗുണം ചെയ്യുക. നമ്മൾ ഇതിന്റെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുക. നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാൻ വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റുകൾ, നോനി, അതുപോലെ തന്നെ ആംല, സ്പൈർലീന, കൊളസ്ട്രം, ഇങ്ങനെയുള്ള അലോവേര, ഇങ്ങനെയുള്ള പ്രോഡക്ട്സുകൾ പ്രതിരോധ ശക്തിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്ന സമയത്ത് അവർക്ക് ഇടക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവും, പനി ഉണ്ടാവും, ജലദോഷം ഉണ്ടാവും. അതിന് വേണ്ടുന്ന പ്രോഡക്ട്സുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെ നിത്യരോഗികളെയല്ല നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, രോഗാവസ്ഥയിൽ അല്ലാത്ത ആൾക്കാർക്കും നമുക്ക് സപ്ലിമെന്റ് കൊടുക്കാം. കാരണം അവർക്ക് നാളെയുള്ള പ്രിവെൻഷൻ ആണ് നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക്, അതുപോലെ തന്നെ നമ്മളെ മുന്നിലിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം പറയുന്നുണ്ടാവും എനിക്ക് പ്രഷർ ഉണ്ട്, അല്ലെങ്കിൽ ഷുഗർ ഉണ്ട്, അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉണ്ട്. അപ്പോ നമ്മൾ അവരോട് ചോദിക്കേണ്ടത്, ആ ഒരു കാര്യം മാത്രം കേട്ടിട്ട് വരാതെ അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അവർ ജീവിതകാലം മുഴുവൻ മരുന്നുകൾ കഴിക്കുന്ന ആളാണോ, അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ മരുന്ന് കഴിക്കുന്നുണ്ട്, ഫസ്റ്റ് നിങ്ങൾക്ക് എന്ത് അസുഖമാണ്, എന്ത് അസുഖത്തിന് വേണ്ടിയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ചിലപ്പോൾ ഷുഗറിന് സ്റ്റാർട്ട് ചെയ്തു, അതിന്റെ ഏട്ടനനിയന്മാരായിട്ടുള്ള പ്രഷർ പിന്നെ കുറച്ച് കഴിയുമ്പോൾ വരുന്നുണ്ടാവും, കൊളസ്ട്രോൾ വരുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെ ആദ്യം വന്നത് ഏതാണ്, ഇതൊക്കെ ചോദിച്ച് മനസ്സിലാക്കി അവരെന്താണ് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്നത്, അവർ ഏത് രീതിയിലുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്, അതുപോലെ തന്നെ അവർക്കുടെ ഏജ് എത്രയാണ്, ആണാണോ പെണ്ണാണോ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ ചോദിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾക്ക് അറിയാമെങ്കിൽ മാത്രം സപ്ലിമെന്റ് അവർക്ക് റെക്കമെൻഡ് ചെയ്യുക. ഇല്ലെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മുടെ ലീഡേഴ്സിനോട് ചോദിക്കുക, നിങ്ങൾ ആരാണ് ഇൻവൈറ്റ് ചെയ്തത്, അവരോട് കൃത്യമായി ഇന്ന ഒരു വ്യക്തിയുണ്ട്, അവർക്ക് ഇന്ന പ്രോബ്ലം ഉണ്ട്, ഇന്ന അസുഖം ഓൾറെഡി ഉണ്ട്, ഇന്ന അസുഖത്തിന് അവർ മരുന്ന് കഴിക്കുന്നുണ്ട്, ഇത്ര ഏജ് ആണ്, അപ്പോൾ അതിന് വേണ്ടുന്ന സപ്ലിമെന്റ് നമ്മൾ എന്തൊക്കെ കൊടുക്കണം. ഇതിന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആൻസർ കിട്ടുന്നുണ്ടാവും, വ്യക്തമായിട്ടുള്ള സപ്ലിമെന്റ് ഏതൊക്കെ കൊടുക്കണം എന്ന് കിട്ടുന്നുണ്ടാവും. ഇവിടെ പല ആൾക്കാരും ഇപ്പം ഒരു ജോയിന്റ് പെയിന് വന്നു കഴിഞ്ഞാൽ കാൽസ്യം, ഗ്ലൂക്കോസാമിൻ, അതുപോലെ തന്നെ കൊളാജൻ ഉണ്ട്, അതേപോലെ തന്നെ നോനി കഴിക്കണം, വൈറ്റമിൻ ഡി കൊടുക്കണം, ഒരു 5 or 6 സപ്ലിമെന്റ് കൊടുക്കണം. നമ്മൾ ഇത് പറയുന്ന സമയത്ത് നമ്മളിൽ തന്നെ ഉണ്ടാവുന്ന ഫസ്റ്റ് ചിന്താഗതി, അയ്യോ ഇത്രയും പൈസ അവര് വാങ്ങിക്കോ, ഇത്രയും പൈസയുടെ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ അവർ വാങ്ങിക്കോ, ഏതായാലും സാർ 5 ഐറ്റംസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ 3 ഐറ്റംസ് പറഞ്ഞുകൊണ്ട് എങ്ങനെയെങ്കിലും അവരെ കൊണ്ട് എടുപ്പിക്കാൻ ശ്രമിക്കാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് നമ്മൾ റോങ് ആയിട്ട് പോകുന്നത്. എന്ന് ചിന്തിക്കാതെ ഇതിന്റെ ആ 5 പ്രോഡക്ട്സിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കി അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ 5 അല്ല 6 പ്രൊഡക്റ്റ് വേണമെങ്കിലും എടുക്കും. പക്ഷെ നമ്മളിന്റെ ഉള്ളിൽ തന്നെ ആദ്യം തന്നെ ഉള്ളത് എന്താണ്, ആ 5 പ്രൊഡക്റ്റിന്റെ പൈസ 2500 അല്ലെങ്കിൽ 3500. അപ്പൊ 3500 പറഞ്ഞാൽ ഇല്ല, അവർ എന്തായാലും എടുക്കില്ല. ആ 3500 രൂപ ഇവിടെ ഒരു 3-4 മാസം നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ റെഡിയാണെങ്കിൽ വരുന്ന വർഷങ്ങളിൽ അത് സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ അവർക്ക് ചെലവാകുന്നത് ലക്ഷങ്ങളായിരിക്കും. അതിനെ മനസ്സിലാക്കി കൊടുക്കുക. അതിനെപ്പറ്റി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇവിടെ ആദ്യം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു 2000-3000 അവർക്ക് വലിയ കാര്യമല്ല. കാരണം ഫ്യൂച്ചറിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. ഇന്ന് ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്, ഒരു സ്റ്റെയർ കേസ് കയറണമെങ്കിൽ 10 പ്രാവശ്യം നിൽക്കണം.
10 പ്രാവശ്യം ഇത് സ്റ്റാൻഡ് പിടിക്കാതെ അവർക്ക് കയറാൻ പറ്റില്ല. അങ്ങനെ ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ഇഷ്ടം പോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ ഭക്ഷണ രീതി, അവര് യാതൊരുവിധ നമ്മുടെ എല്ലുകൾക്കും അതുപോലെ തന്നെ അസ്ഥികൾക്കൊക്കെ വേണ്ടുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അവർ കഴിക്കുന്നില്ല, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ യാതൊരുവിധ ബുദ്ധിമുട്ടും ഇല്ലാതെ അത് വാങ്ങിക്കുന്നുണ്ടാവും. എനിക്ക് ഇഷ്ടം പോലെ അനുഭവം ഉണ്ട്. കാരണം ചില ആൾക്കാരുണ്ടാവും, എനിക്ക് ഇത്രയും പൈസയില്ല, ഇത്രയും സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റില്ല. അപ്പൊ ഇതിൻ്റെ അകത്ത് നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾ, പറയുന്നതെല്ലാം അത്യാവശ്യമുള്ള സാധനം തന്നെയാണ്, ഇത് കഴിച്ചാൽ മാത്രമേ ഇത് ശരിയാവൂ എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അല്ലാതെ അവരുടെ ഇഷ്ടത്തിനും നമ്മളുടെ ഇഷ്ടത്തിനും അതിൻ്റെ അകത്ത് നിന്ന് 2 സ്കിപ്പ് ചെയ്തു, അടുത്ത 2 ചിലപ്പോൾ സ്കിപ്പ് ചെയ്യുന്ന 2 സാധനമായിരിക്കും മെയിൻ സാധനം ഉണ്ടാവുക, അതായിരിക്കും നിങ്ങൾ സ്കിപ്പ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ റേറ്റ് നോക്കും. ഇപ്പം പ്രോട്ടീൻ പൗഡർ കഴിക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിൽ പ്രോട്ടീൻ പൗഡറിന് 400 ഗ്രാമിന് എത്ര പൈസ ഉണ്ട്? 1870 രൂപ. അയ്യോ, 1870 രൂപ അത് കൊടുക്കും. പക്ഷെ അവര് പ്രോട്ടീൻ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റില്ല. അപ്പൊ പ്രോട്ടീൻ കഴിച്ചാലേ ഇത് ശരിയാവുള്ളൂ. അതിന്റെ ഗുണങ്ങൾ, അതിന്റെ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് വാങ്ങിക്കുന്നുണ്ടാവും, അവരത് യൂസ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ തന്നെ പ്രീ ജഡ്ജ് ചെയ്യാതിരിക്കുക, നമ്മൾ തന്നെ അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാതിരിക്കുക. നമ്മൾക്കറിയില്ലെങ്കിലും ഞാനും ഫുൾ പഠിച്ച ആളല്ല, ഞാനും ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ ബാലസുബ്രഹ്മണ്യൻ സാറോട് ചോദിക്കും, രാഘവൻ സാറോട് ചോദിക്കും, സാമുവൽ സാറോട് ചോദിക്കും, ഇല്ലെങ്കിൽ മറ്റുള്ള ലീഡേഴ്സിനോട് ചോദിക്കും. ഒരുപക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആൻസറിന് കുറച്ച് സമയം അധികം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ എനിക്ക് അറിയാത്തത് കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ എനിക്ക് സമയക്കുറവ് കൊണ്ടായിരിക്കാം. അപ്പോൾ ഞാൻ അതിനെ മനസ്സിലാക്കിയിട്ട് മാത്രമാണ് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത്, അല്ലാതെ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഈ രീതിയിൽ നമ്മൾ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്നവരത്, കാരണം മറ്റുള്ളവരുടെ ജീവിതത്തിൽ അസുഖമില്ലാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ, അവർക്ക് വേണ്ടുന്ന നന്മകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നത്. നമ്മൾ സമൂഹത്തിൽ ഒരു നന്മയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതിനെ തിരിച്ചറിയുക, അതിന് വ്യക്തമായിട്ടുള്ള ആൻസർ ഉണ്ടാക്കിയെടുക്കുക. ഇപ്പൊ നമുക്ക് ചിന്തിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ 20 വർഷമായിട്ടുള്ള കമ്പനിയാണ്. ആ കമ്പനിയിൽ ഒരു പ്രോഡക്ട്സ് ഇറക്കണം. ഇപ്പോഴും എത്രയോ പ്രോഡക്ട്സുകൾ ഇറക്കാൻ വേണ്ടിയിട്ട് കമ്പനി റെഡിയാണ്. പക്ഷെ അതിൽ എങ്ങനെയാണ് അവരെടുക്കുന്നത്? ഇവിടെ R&D ഉണ്ട്, റഷ്യയിലുണ്ട്, ഇന്ത്യയിലും R&D ഉണ്ട്. R&Dയിൽ കംപ്ലീറ്റ് ടെസ്റ്റ് ചെയ്തതിന് ശേഷം, വർഷങ്ങളോളം ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം, അതിനുശേഷം ഒരു 500ഓളം വരുന്ന എംപ്ലോയീസ് അവർ ഉപയോഗിക്കും. അവരാദ്യം ഫസ്റ്റ് ഉപയോഗിച്ചു, 6 മാസത്തോളം അവർ ഉപയോഗിച്ചതിന് ശേഷം അതിൻ്റെ അകത്ത് യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ മാത്രമേ കമ്പനി ആ ഒരു പ്രൊഡക്ട്സ് മാർക്കറ്റിൽ ഇറക്കുന്നുള്ളൂ. അത്രയും വിശ്വാസ്യത ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് വേണ്ടിയിട്ട് അത്രയും നല്ല പ്രോഡക്ട്സുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനിയാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു പ്രോഡക്ട്സ് നമ്മൾക്ക് ഇഷ്ടപ്പെട്ടില്ല, തിരിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിൽ സത്യാവസ്ഥയുണ്ടോ, നമ്മൾ പറഞ്ഞതിൽ കാര്യമുണ്ടോ എന്നറിയാൻ വേണ്ടി കമ്പനി അത് ടെസ്റ്റിംഗ് ലാബിലേക്ക് വീണ്ടും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകും. അഥവാ അതിനകത്ത് എന്തെങ്കിലും ഒരു പ്രോബ്ലംസ് ഉണ്ട് എന്ന് കമ്പനി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ലോട്ടിലുള്ള എല്ലാ പ്രൊഡക്ട്സും ഏതൊക്കെ DLCPയിലുണ്ടോ, ഏതൊക്കെ സ്ഥലത്തുണ്ടോ, കംപ്ലീറ്റ് കമ്പനി റിമൂവ് ചെയ്യുന്നുണ്ടോ. അത്രയും വിശ്വാസതയുള്ള ഒരു കമ്പനിയാണ്. പക്ഷെ ഇന്ന് വരെ എൻ്റെ അറിവിൽ ആരും ആ രീതിയിൽ തിരിച്ചു കൊടുത്തതായിട്ട് കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ കമ്പനീനെ കുറിച്ചിട്ടോ പ്രോഡക്ട്സിനെ കുറിച്ചിട്ടോ നമ്മൾ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് റെഡിയാവോ എന്നുള്ളതാണ്. ഒന്നുമില്ലെങ്കിലും നമ്മൾക്ക് ഇടക്കിടക്ക് ഉണ്ടാവുന്ന പല തുമ്മല് കാര്യങ്ങളും അസുഖങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെങ്കിലും പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റൂലേ? ചില ആൾക്കാർക്ക് ഇപ്പൊ ഇന്ന് എനിക്കൊരു 2-3 ആൾക്കാർ എനിക്ക് റിപ്പോർട്ടുകളൊക്കെ അയച്ചു തന്നു. കുറച്ച് 2-3 മാസമായിട്ട് ഷുഗറിന്റെ ബോർഡറിൽ നിൽക്കുന്ന ആള് എന്ത് ചെയ്യണം? ബോർഡറിൽ നിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് നീമ് കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ വീണ്ടും ഇംഗ്ലീഷ് മെഡിസിനിലേക്കോ അല്ലെങ്കിൽ മറ്റുള്ള മെഡിസിനിലേക്കോ പോവാതെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോ നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾക്ക് തന്നെ ഒരു വിശ്വാസം ഉണ്ടാവണം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും റെഡിയാവും. അതുപോലെ തന്നെ സ്വീകരിക്കുന്ന ആളും പൂർണ്ണ മനസ്സോടുകൂടി സ്വീകരിക്കാത്ത ഒരു വ്യക്തികൾക്ക് പോലും നമ്മൾ സപ്ലിമെന്റ് റെക്കമെൻഡ് ചെയ്യരുത്. അത് നമുക്ക് തന്നെ നെഗറ്റീവ് നാളെ ഉണ്ടാക്കുന്നുണ്ടാവും. അവര് പരിപൂർണ സമ്മതത്തോടെ ഓക്കെ ഞാനിത് കഴിക്കാം, ഇങ്ങനെയൊക്കെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ എന്തായാലും ഞാനിത് കഴിക്കാം, എന്തായാലും എനിക്കൊരു മാറ്റം ഉണ്ടാവും എന്ന് വിശ്വാസമുള്ള വ്യക്തികൾക്ക് മാത്രം കൊടുക്കുക. അല്ലാതെ നമ്മുടെ PVക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൊഡക്റ്റ് അവർക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ഒരു സപ്ലിമെന്റ് പോലും കൊടുക്കരുത്. ഞാൻ ഒരാൾക്ക് റെക്കമെൻഡ് ചെയ്തു കഴിഞ്ഞാൽ അവര് അതിന്റെ കോമ്പിനേഷൻ ആണെങ്കിൽ ആ കോമ്പിനേഷനിൽ 4-5 പ്രൊഡക്ട്സുകൾ അവര് കംപ്ലീറ്റ് എടുക്കാൻ റെഡിയാണെങ്കിൽ മാത്രമേ ഞാൻ കൊടുക്കാറുള്ളൂ. ഇല്ലെങ്കിൽ നിങ്ങൾ കഴിക്കണ്ട എന്ന് ഞാൻ ധൈര്യമായിട്ട് പറയാറുണ്ട്. കാരണം അവർക്ക് കൊടുത്തിട്ട് കാര്യമില്ല.
കാരണം അവര് അതിൻ്റെ അകത്ത് ഏറ്റവും വില കൂടിയ സാധനമായിരിക്കും. ഈ വില കൂടിയ സാധനം വേണ്ട, ബാക്കിയില്ല 2 സാധനം തന്നു. അപ്പോൾ ആ വില കൂടിയ സാധനമായിരിക്കും അതിൻ്റെ അകത്ത് ഇമ്പോർട്ടൻ്റ് ഉള്ള. കാരണം നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ആ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷനിൽ എഴുതുന്ന എല്ലാ ടാബ്ലറ്റും നമ്മൾ വാങ്ങിക്കാറുണ്ട്. ഇത്രയേ ഉള്ളൂ എന്ന് ചിലപ്പോൾ അങ്ങോട്ട് ചോദിക്കണം. ചിലപ്പോൾ ഇന്നലെ ഞാനൊരു വീട്ടിൽ പോയി, രാജേഷ് ചേട്ടന് അറിയാം, ആ വീട്ടിലുള്ള ഒരാള് കഴിക്കുന്നത് 15 മെഡിസിനാണ്. ഒരു ദിവസം കഴിക്കുന്ന 3 നേരം കഴിക്കുന്നത് 15 ഐറ്റംസ് ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ആ 15 ടാബ്ലറ്റ് വിഴുങ്ങാൻ എത്ര മാത്രം വെള്ളം കുടിക്കുന്നുണ്ടാവും. അപ്പോൾ അദ്ദേഹം എന്ത് ഭക്ഷണമാണ് അതിനുശേഷം കഴിക്കുന്നുണ്ടാവുക? ഭക്ഷണം കഴിക്കാൻ വയറിനകത്ത് സ്ഥലം ഉണ്ടാവുമോ? കാരണം അത്രയും വെള്ളവും 15 ടാബ്ലറ്റും രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും. ആലോചിച്ച് നോക്കിയേ. ഇത്രയും മെഡിസിൻ കഴിക്കുന്ന ആളായിട്ടും ആ സമയത്ത് നമ്മൾ ഒരു സപ്ലിമെന്റ് പറയുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ഇത് കഴിച്ചാൽ എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടാവുമോ? അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മൾ കൊടുക്കുന്ന സാധനം മരുന്നല്ല എന്ന് വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. കാരണം മരുന്ന് റെക്കമെൻഡ് ചെയ്യാനുള്ള അധികാരം ഡോക്ടേഴ്സിനും ഫാർമാസ്യൂട്ടിക്കൽസിനും മാത്രമേ ഉള്ളൂ, നമ്മൾക്കില്ല. നമ്മൾ ന്യൂട്രാസ്യൂട്ടിക്കൽ സപ്ലിമെന്റ് സപ്ലൈ ചെയ്യുന്ന ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ അഡ്വൈസർ ആണ് എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിന്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് നമുക്ക് അറിയെങ്കിൽ, ഇപ്പം ആംല, നെല്ലിക്ക, ഉണക്ക നെല്ലിക്ക പൊടിച്ചതാണ് ആംല, ഇതിന്റെ അത് ക്യാപ്സൂൾ ആയിട്ടാണ് നമ്മൾക്ക് തരുന്നത്. നെല്ലിക്ക കഴിക്കാനുള്ള മടിയുള്ള ആൾക്കാരുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ്. കറ്റാർവാഴ, അലോവേര, അതിൽ അടങ്ങിയിരിക്കുന്ന കണ്ടന്റ് എന്താണ്? അലോവേരയാണ്. അറ്റ്ലീസ്റ്റ് അത്രയെങ്കിലും നമ്മൾ മനസ്സിലാക്കി പറഞ്ഞു കൊടുക്കാൻ റെഡിയാണെങ്കിൽ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നുണ്ടാവും. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. കാരണം ഒരു വ്യക്തിക്ക് പോലും നിർബന്ധിച്ച് ഒരു സപ്ലിമെന്റും കൊടുക്കാൻ വേണ്ടി പാടില്ല. കാരണം ഒരു അസുഖമില്ലാത്ത ഒരാളാണ്, ഓക്കെ എനിക്ക് നമ്മുടെ ഹാർട്ടിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, ഫ്യൂച്ചറിൽ വരാതിരിക്കാൻ വേണ്ടി, ഹാർട്ട് അറ്റാക്കും കുഴഞ്ഞു വീഴുന്ന മരണങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കോയിൻസൈൻ ബ്യൂട്ടൻ, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് ഓയിൽ അല്ലെങ്കിൽ ക്രിൽ ഓയിൽ ഒക്കെ ചോദിച്ച് വാങ്ങിക്കുന്നവരുണ്ടാവും. കാരണം അതിനെക്കുറിച്ചിട്ട് എവിടെയെങ്കിലും അവർ കേട്ടിട്ടുണ്ടാവും. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് അവർ സ്വീകരിക്കാൻ റെഡിയാണെങ്കിൽ നമ്മൾ കൊടുക്കുക. അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാൾക്കും അടിച്ചേൽപ്പിക്കരുത്. അതെന്റെ റിക്വസ്റ്റ് ആണ്. കാരണം അത് നമുക്ക് തന്നെ തിരിഞ്ഞ് ഒരു നെഗറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ടാവും. അതുപോലെ തന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇന്ന് ഇതിനകത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. പിന്നെ ഒരു 5-8 വർഷങ്ങളൊക്കെ ആയിട്ട് അവർക്ക് റിസൾട്ട് ഇല്ലാത്ത ഒരു കേസ്. 8 വർഷമായിട്ട് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി, അദ്ദേഹം ചോദിക്കുന്നു, നമ്മുടെ സപ്ലിമെന്റ് 1 മാസം കഴിഞ്ഞ സമയത്ത് തന്നെ ചോദിക്കുന്നുണ്ടാവും, ഒരാഴ്ച കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞല്ലോ, എന്ത് റിസൾട്ട് കണ്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നവരുണ്ടാവും. 8 വർഷമായിട്ട് അവർ കഴിക്കുന്ന മരുന്നിന്റെ സൈഡ് എഫക്ട് മൊത്തം അവരുടെ ശരീരത്തിൽ കിടക്കുകയാണ്. അപ്പോൾ 8 വർഷമായിട്ടും അവർ ഇത്രയും മരുന്ന് ഡോക്ടർ എഴുതി തരുന്നത് കഴിക്കാൻ റെഡിയാണ്. പക്ഷെ നമ്മൾ കൊടുക്കുന്ന സപ്ലിമെന്റ് ഒരാഴ്ച കഴിക്കുമ്പോൾ തന്നെ അവർക്ക് റിസൾട്ട് ഇല്ലെങ്കിൽ, ഒരാഴ്ചയായില്ലേ ഞാൻ കഴിക്കുന്നത്. അതൊക്കെ നമ്മൾ തിരിച്ചറിയേണ്ട കാര്യമാണ്. നമുക്ക് ഫീൽഡിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങളാണ്. ഇത്രയും വർഷമായിട്ട് അവർ കഴിക്കുന്ന ടാബ്ലറ്റ് കഴിച്ചിട്ട് ഒരു റിസൾട്ടും ഇല്ല. അവിടെ നമ്മൾ കൊടുക്കുന്നത്, നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 3 to 6 month തന്നെ പറയണം. ആരോടും പറയണം. ഒരാഴ്ചയോ 2 ആഴ്ചയോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. 3 to 6 month നിങ്ങൾ കഴിക്കാൻ റെഡിയാണെങ്കിൽ മാത്രം സ്റ്റാർട്ട് ചെയ്താൽ മതി. ഇല്ലെങ്കിൽ കൊടുക്കണ്ട. ഇല്ലെങ്കിൽ കൊടുത്തിട്ട് അവിടെ കാര്യമില്ല. ഒരാഴ്ച കഴിഞ്ഞിട്ടാകുമ്പോൾ അവർ നമ്മളോട് തന്നെ വിളിച്ചു ചോദിക്കണ്ട, ഞാൻ ഒരാഴ്ചയായാലോ കഴിക്കുന്നത്, അല്ലെങ്കിൽ 1 മാസമായാലോ കഴിക്കുന്നത്, ഇവിടെ റിസൾട്ട് ഒന്നും കാണുന്നില്ലല്ലോ. കാരണം നമ്മൾ ഫുഡാണ് കൊടുക്കുന്നത്. സമയമെടുക്കും. ചില ആൾക്ക് പെട്ടെന്ന് 1 മാസം കൊണ്ട് തന്നെ റിസൾട്ട് സ്റ്റാർട്ട് ചെയ്യുന്നവരൊക്കെ ഉണ്ട്. ഒരാഴ്ച കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന റിസൾട്ട് ഒക്കെ ഉണ്ട്. ഇഷ്ടംപോലെ റിസൾട്ടുകൾ ഉണ്ട്. എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. 1 മാസം കൊണ്ട് തന്നെ നല്ല മാറ്റം ഉള്ള ആൾക്കാരൊക്കെ ഉണ്ട്. അത് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് കൊടുക്കുക. അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ഇത് മരുന്നല്ല. ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയാണ്, നമ്മൾ കൊടുക്കുന്നത് മരുന്നല്ല. പുതിയ ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആ രീതിയിൽ തന്നെ പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾക്ക് ഫീൽഡിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അതിൽ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഷാജി സാറും ഇവിടെ സംസാരിക്കുന്നുണ്ടാവും. നമുക്ക് ലാസ്റ്റിൽ കുറച്ച് സമയം വേണ്ടിയിട്ട് ഇന്ററാക്ഷൻ നടത്താം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കിട്ടിയ കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും പറയുകയാണ്, നമ്മൾ ചെയ്യുന്ന ഒരു വലിയൊരു സത്കർമ്മമാണ്. നമ്മൾ സമൂഹത്തിനും നമ്മൾക്കും നമ്മുടെ വ്യക്തികൾക്കും ഒക്കെ ചെയ്യുന്ന ആ സത്കർമ്മത്തിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുക. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങൾ ഒരിക്കലും മാർക്കറ്റിൽ ഷെയർ ചെയ്യാൻ വേണ്ടി പാടില്ല. അറിവില്ലാത്ത ഒരു സപ്ലിമെന്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി പാടില്ല. മറ്റുള്ളവർക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി പാടില്ല. നമ്മുടെ PV കൂട്ടാൻ വേണ്ടിയിട്ട് ഒരാൾക്കും ഒരു സപ്ലിമെന്റും അങ്ങനെ ഇതായിട്ട് കൊടുക്കാൻ വേണ്ടി പാടില്ല. മനസ്സിലാക്കി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് പറക്കാൻ പറ്റുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. അതുപോലെ മറ്റുള്ളവർക്കും നല്ലൊരു ആരോഗ്യവും സമ്പത്തും ഒക്കെ നേടിക്കൊടുക്കാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. മനസ്സിലാക്കുക.
ഓക്കെ, താങ്ക് യു, വിഷ് വെൽത്ത്. താങ്ക് യു വിനോദ് സാർ. സാർ നല്ല രീതിയിൽ തന്നെ സപ്ലിമെന്റ്സിനെ കുറിച്ച് സാർ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇനിയും സപ്ലിമെന്റ്സ് യൂസ് ചെയ്യാത്ത ആൾക്കാരെല്ലാം യൂസ് ചെയ്യുക. ഇത് നമ്മുടെ മെഡിസിൻ അല്ല. മെഡിസിൻ നമ്മുടെ ഇംഗ്ലീഷ് മരുന്നുകൾ ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൈഡ് ഇഫക്ട്സ് ഒക്കെ ഉണ്ടാകും. ബട്ട് സപ്ലിമെന്റ്സ് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹോസ്പിറ്റൽ യൂസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഞാൻ എന്റെ മോൻ തന്നെ ഒത്തിരി സപ്ലിമെന്റ്സ് കഴിക്കുന്നുണ്ട്. അത് കാരണം ഇപ്പൊ 1.5 വർഷമായിട്ട് അവന് ഹോസ്പിറ്റൽ പോക്ക് ഇല്ല. മൊത്തത്തോടെ സ്റ്റോപ്പ് ആയി. കാരണം റെഗുലർ ആയിട്ട് ഞാൻ സപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ എല്ലാ മാസം നമുക്ക് ഫീവറോ അങ്ങനെ കോൾഡ് ആയിക്കൊണ്ട് ഇങ്ങനെ നമ്മൾ എപ്പോഴും ഹോസ്പിറ്റലിൽ പോവാനേ നമുക്ക് സമയമുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ അവൻ അങ്ങനെ സപ്ലിമെന്റ്സ് കഴിക്കുന്ന കാരണം ഇപ്പം ഹോസ്പിറ്റലിൽ പോകാറില്ല. 1.5 വർഷമായിട്ട്. ഇപ്പൊ എന്തോ കോൾഡ് ആയാലും പനി വന്നാലും എന്ത് വന്നാലും ഞാൻ പഞ്ചതുളസിയും ആംലയും കൊലസ്ട്രം പിന്നെ സ്പൈറുലീന അതൊക്കെ കൊടുക്കാറുണ്ട്. അവന് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാം. അവന് ഭയങ്കര ഇഷ്ടവുമാണ്. പറഞ്ഞ എനിക്ക് ഹോസ്പിറ്റലിൽ പോകണ്ട, സപ്ലിമെന്റ്സ് കഴിച്ചാൽ മതി. അപ്പൊ അതുപോലെ എല്ലാരും യൂസ് ചെയ്യുക സപ്ലിമെന്റ്സ്. അപ്പൊ ഇമ്പോർട്ടൻസ് അറിയാൻ വയ്യാത്ത ആൾക്കാർ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസ് നമ്മളൊക്കെ യൂസ് ചെയ്ത് നമ്മുടെ ആ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്താലേ ആൾക്കാർക്കൊക്കെ ഒന്നുകൂടെ വിശ്വാസമായി കഴിക്കത്തുള്ളൂ. അപ്പൊ നമ്മളൊക്കെ അത് റെഗുലർ ആയിട്ട് യൂസ് ചെയ്യാറുള്ളൂ. അപ്പൊ എല്ലാരും അതുപോലെ സപ്ലിമെന്റ്സ് കഴിക്കാത്ത ആൾക്കാരെല്ലാരും സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് എല്ലാവർക്കും അറിയാം, ഒരു മീറ്റിംഗ് ആയി കഴിഞ്ഞാൽ ലാസ്റ്റ് ഒരു ക്ലോസിംഗ് സെഷൻ അത്യാവശ്യം അല്ലേ? ശരിയല്ലേ? അപ്പൊ അതിന്റെ എൻഡ് എന്തുവാണെന്ന് നമുക്ക് അറിയട്ടെ. അപ്പൊ എല്ലാവർക്കും അറിയാം നമ്മുടെ ഷാജി സാറിനെ, നമ്മുടെ ടീമിലെ ലീഡർ സാർ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ ലീഡേഴ്സിനെ പുറകിൽ മീൻസ് ബിസിനസ് ഓടാത്ത ആൾക്കാരെ എല്ലാം സാറ് നമ്മളെ മുമ്പിൽ കയ്യെ പിടിച്ചോണ്ട് മുമ്പോട്ട് കൊണ്ടുവന്ന് സാറ് നമ്മുടെ ബിസിനസ് എങ്ങനാ മുമ്പോട്ട് കൊണ്ടുവേണ്ടിയത്, വരുമാനം എങ്ങനെയാ കൂട്ടേണ്ടിയത് എല്ലാം സാറിന്റെ എക്സ്പീരിയൻസ് വെച്ച് സാറ് നമ്മളെ മുമ്പോട്ട് കൊണ്ടുപോയി നമ്മളെ കാണിച്ചു തരുന്നയാ. അപ്പൊ പുതിയ ആൾക്കാർക്കൊക്കെ ഇപ്പം ഇന്ന് ജോയിൻ ചെയ്ത് ഒരാഴ്ചയായി ജോയിൻ ചെയ്ത് അവർക്കൊന്നും അറിയില്ലായിരിക്കും ഇനി മുമ്പോട്ട് എങ്ങനാ എന്ത് വന്ന് ബിസിനസ് ചെയ്യേണ്ടത്. അപ്പൊ ഞാൻ നമ്മുടെ ഷാജി മിത്തൽ സാറിനെ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലേക്ക് എല്ലാരെയും അനുവാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. സാറ് പ്ലീസ് വെൽക്കം. താങ്ക് യു ശ്രീജ മാഡം. അതുപോലെ ഡോക്ടർ വിനോദ് സാർ, വണ്ടർഫുൾ ആയിട്ട് നമ്മളെ ടീമിൻ്റെ ഭാഗ്യമല്ലേ വിനോദ് സാറിന് കിട്ടിയത്. കാരണം എല്ലാവരും ബിസി ലൈഫാണെങ്കിൽ പോലും അദ്ദേഹം നമ്മുടെ ടീമിന് വേണ്ടി ആരുടെ ടീമാണെന്ന് പോലും നോക്കൂല. അദ്ദേഹത്തിൻ്റെ ടീം അല്ലെങ്കിൽ പോലും ആര് ചോദിച്ചാലും എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട് നമ്മുടെ ഡോക്ടർ വിനോദ് സാർ. അദ്ദേഹം കൊടുത്ത എല്ലാ വ്യക്തികൾക്കും 100% റിസൾട്ട് ലഭിച്ച റിസൾട്ടാണ് എല്ലാവരും കിട്ടാറുള്ളത്. അതിനെല്ലാവർക്കും നമുക്കെല്ലാവർക്കും ഒരുമിച്ച് വിനോദ് സാറിന് നന്ദി പറയാം. അതുപോലെ ഇന്നലെ നീതു പറഞ്ഞു പുതിയൊരു MC വരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പുതിയ MCനെ തന്നെ ഇറക്കി. മലയാളിയാണോ ചോദിച്ചാൽ മലയാളിയാണ്, നോർത്ത് ഇന്ത്യൻ ആണോ ചോദിച്ചാൽ നോർത്ത് ഇന്ത്യൻ ആണ്, വിദേശിയാണോ ചോദിച്ചാൽ വിദേശിയാണ്. അല്ലേ? ഉത്തർപ്രദേശ് ജനിച്ചു വളർന്നു, മലയാളി. UAE എന്ന രാജ്യത്തിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ബിസിനസ് വളരെ സീരിയസ് ആയി ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. നേരത്തെ ശ്രീജ മേഡം പറഞ്ഞ ആ ഒരു കാര്യം, മോഹൻ ഹോസ്പിറ്റലിൽ പോകാതെ 1.5 വർഷമായി എന്ന് പറഞ്ഞല്ലേ, ഇത് ഞങ്ങൾ 3.5 വർഷമായിട്ട് ഇതിന് നമ്മളെ അവസ്ഥ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകുന്നില്ല, ഒരു ആൻറ്റിബയോട്ടിക്കോ ഒരു കഫ് സിറപ്പോ ഒന്നും കഴിക്കാറില്ല, കൊടുക്കാറുമില്ല. പക്ഷേ എൻ്റെ വൈഫിൻ്റെ ഫ്രണ്ട്സ് അപ്പുറത്തെ ഫ്ലാറ്റിലൊക്കെ ഉണ്ട്. അവരോട് നമ്മൾ എന്തെങ്കിലും തുളസി ഡ്രോപ്സോ ആംലയോ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ കഴിക്കില്ല. ഡോക്ടർ പറഞ്ഞ ആൻറ്റിബയോട്ടിക്, ഡോക്ടർ പറഞ്ഞ കഫ് സിറപ്പ് വാരി കോരി കൊടുക്കാൻ തയ്യാറാണ് എല്ലാ അമ്മമാരും അച്ഛനമ്മമാരും. ഡോക്ടർ പറഞ്ഞാൽ അവർക്ക് വിദ്യാഭ്യാസം കൂടുതലായതുകൊണ്ട് എന്ത് സാധനം കഴിക്കാൻ പറഞ്ഞാലും എല്ലാവരും കഴിക്കും. എൻ്റെ തൊട്ടടുത്ത ഫാമിലി, എനിക്ക് തോന്നുന്നു ആ കുഞ്ഞിന് 3.5 വയസ്സേ ഉള്ളൂ. ഈ 3.5 വയസ്സിൽ എത്ര ദിവസം ഉണ്ടായിട്ടുണ്ടോ ഇത്രയും ദിവസം മെഡിസിൻ കഴിച്ചിട്ടുണ്ട്. അതിനൊന്നും കഴിക്കാൻ പറ്റില്ല, കഴിച്ചത് അപ്പത്തിന് വൊമിറ്റ് ചെയ്യും. പനിയും ചുമയും കഫ് സിറപ്പും സ്ഥിരമായിട്ടുണ്ടാവും. നമ്മൾ പഞ്ചതുളസി കൊടുക്കാൻ പറഞ്ഞാൽ അത് പറ്റില്ല. ഒരു സാധനം അവർ നമ്മൾ പറഞ്ഞ് കഴിക്കില്ല. പക്ഷെ അവർക്ക് ഡോക്ടർമാർ പറഞ്ഞ എല്ലാം കഴിക്കും. എനിക്ക് തോന്നുന്നു ജീവിതകാലം മുഴുവൻ മരുന്ന് കഴിച്ചാലും അവർക്ക് ആ ഡോക്ടർ മാത്രമേ വിശ്വാസം ഉണ്ടാവും. അതാണ് അവസ്ഥ. ഇത് ശ്രീജ പറഞ്ഞ ആ എക്സ്പീരിയൻസ് പറഞ്ഞാലും എനിവേ നമ്മൾ ഇന്ന് പുതിയ ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ട്. നോയമ്പ് മാസമായതുകൊണ്ട് കുറച്ച് ആൾക്കാർ കുറവാണെന്ന് തോന്നും. എനിവേ കുറച്ച് ആൾക്കാരെ വീഡിയോ ഓണാക്കിയിരിക്കുന്നുള്ളൂ. വീഡിയോ ഓണാക്കിയിരിക്കുന്ന ആൾക്കൊരു ഗുണം എന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും നിങ്ങളെ മുഖം ഓർമ്മ വരും. ഇന്ന് ആൾക്കാർ നമ്മുടെ ടീമിലുണ്ട്, ബിസിനസ് സീരിയസ് ആയി ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് എനിക്ക് ഓർമ്മ വരും. അവരെ ഞാൻ നോട്ടീസ് ചെയ്യാറുണ്ട്. വീഡിയോ ഓഫാക്കിയിരിക്കുന്ന എല്ലാവരും നോട്ടീസ് ചെയ്യാൻ പേടിക്കണ്ട, സാഹചര്യങ്ങളായിരിക്കാം. പക്ഷേ നമ്മളൊരു ഫാമിലി മീറ്റ് എന്ന് ഇതിന് പേരിട്ടിരിക്കുന്നത് അതുകൊണ്ടാണ്. എല്ലാവരും എൻ്റെ ഫാമിലി ആയിട്ടാണ് ഞാൻ കാണുന്നത്, എൻ്റെ സഹോദരിമാരായിട്ടും സഹോദരന്മാരായിട്ടും കാണുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറ്റാവുന്ന ആൾക്കാർ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല,
ബാക്കി എന്തെങ്കിലും വയ്യാതെ കിടക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, സാഹചര്യങ്ങൾ നല്ലതാണെങ്കിൽ വീഡിയോ ഓണാക്കിയിരിക്കുക. എനിക്ക് നിങ്ങളുടെ മുഖം അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾ ബിസിനസ് സീരിയസ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ബിസിനസ് റിസൾട്ട് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മുഖം കണ്ട് അറിയാൻ പറ്റും അല്ലേ? എനിവേ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്, പല ആൾക്കാരും എനിക്ക് പല ദിവസം മെസ്സേജ് അയക്കാറുണ്ട്, സാറേ ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ലിങ്ക് അയക്കാറുണ്ട്, ആരും മീറ്റിംഗ് കയറുന്നില്ല അല്ലേ? ഇതല്ല എല്ലാവർക്കും പ്രശ്നം. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ലിങ്ക് അയക്കാറുണ്ട്, ആരും മീറ്റിംഗ് കയറുന്നില്ല, ആരും ജോയിൻ ആവുന്നില്ല, ആരും പർച്ചേസ് ചെയ്യുന്നില്ല, PV കയറുന്നില്ല, അതുകൊണ്ട് വരുമാനം വരുന്നില്ല. ഇതാണ് ഈ ബിസിനസ്സിൽ ആകെയുള്ള ഒരു ബുദ്ധിമുട്ട്. വേറെ ആർക്കും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ട് ഈ ബിസിനസ് ഇല്ല. കമ്പനി നല്ലതാണ്, പ്രോഡക്റ്റ് സൂപ്പറാണ്, നല്ല സപ്പോർട്ട് ചെയ്യുന്ന ടീമുണ്ട്, പക്ഷേ ഞാൻ പറഞ്ഞ ആരും കേൾക്കുന്നില്ല. ഇതാണ് പ്രശ്നം. ഈ പ്രശ്നം നിങ്ങൾക്ക് മാത്രമാണോ? എനിക്കും ഉണ്ട് കേട്ടോ. ഞാൻ ഈ നവംബർ മാസമായതുകൊണ്ട് 2 പ്ലാൻ ഒഴിവാക്കി, 5 മണിൻ്റെ 7 മണിൻ്റെ പ്ലാൻ ഒഴിവാക്കിയപ്പോൾ എനിക്ക് കുറച്ച് സമയം ഫ്രീ ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഒരു ഗ്രൂപ്പിലേക്ക് കയറിയിട്ട്, മണി ചെയിൻ്റെ ഗ്രൂപ്പിൽ കയറിയിട്ട് നല്ല രീതിയിൽ ആൾക്കാരെ പ്രോസ്പെക്റ്റിംഗ് ചെയ്യുന്നുണ്ട്. 400 പേരൊക്കെ ഞാൻ ഈ 2 മണിയുടെ പ്ലാൻ അയക്കാറുണ്ട്. 400 പേർക്ക് ലിങ്ക് അയച്ചിട്ട് കയറുന്നത് 2 പേരാണ്. ആ 2 പേര് ഞാൻ തുടങ്ങി കുറച്ച് കഴിഞ്ഞാൽ ഇറങ്ങി പോവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ടത് ഇത് നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങൾക്ക് കഴിവില്ലാഞ്ഞിട്ടോ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല, നിങ്ങളുടെ വാക്ക് കേട്ടിട്ടല്ല, നിങ്ങൾ കാണുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടാനാകില്ലാഞ്ഞിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ പറയുന്ന വ്യക്തികൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹമില്ല, ഇത് ഉള്ളതൊക്കെ കൊണ്ട് മതി, അഡ്ജസ്റ്റ് ചെയ്ത് പോവാം, ഹസ്ബൻഡ് നല്ല രീതിയിൽ വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നുണ്ട്, അതുകൊണ്ട് തട്ടിമുട്ടിയൊക്കെ പോവാം എന്നുള്ള ചിന്തയിൽ നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഇനി അഥവാ കഷ്ടപ്പാടുണ്ടെങ്കിൽ പോലും ഇങ്ങനെയൊക്കെ പോയൊക്കെ മതി, തൃപ്തിപ്പെടുന്നു പോകുന്ന ആൾക്കാരുണ്ട്. പക്ഷേ കുറച്ച് ആൾക്കാരുണ്ടാവും രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ. പക്ഷേ അവരുടെ പ്രശ്നം എന്താണ്? ഇതുപോലുള്ള ഒരുപാട് തട്ടിപ്പ് പരിപാടികൾ നാട്ടിൽ നടക്കുന്നുണ്ട്, ചെയ്യാനുള്ള പേടിയാണ്. അല്ലെങ്കിൽ അവർ ഹസ്ബൻഡിൽ നിന്ന് പൈസ വാങ്ങിച്ച് 25,000 30,000 കളഞ്ഞിട്ട് ഏതോ കമ്പനിയുടെ സാധനം വാങ്ങിച്ചിട്ട് വീട്ടിൽ വെച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ഹസ്ബൻഡിന് ജീവിതത്തിൽ വേറെ സംഭവം ചെയ്യാൻ സമ്മതിക്കില്ല. ഈ ഒരു പ്രശ്നങ്ങളുള്ളതുകൊണ്ട് പല ആൾക്കാർ മാറിയിട്ടുണ്ടാവും. ഈ കുറേ കാര്യങ്ങൾ കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ ബിസിനസ്സിൽ മുന്നോട്ട് പോകാനുള്ള വിഷമമുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യമില്ല, നിങ്ങൾ ഈ പരിപാടി നിർത്തരുത്. ഈ പരിപാടി ബിസിനസ്സല്ല, ഈ ആൾക്കാർ ഇൻവൈറ്റ് ചെയ്യുന്ന കാര്യം. ആൾക്കാരെ റെഗുലറായിട്ട് ഇൻവൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ഒരാളെങ്കിലും സീരിയസ് ആയി കിട്ടും. ഞാൻ ഈ പറഞ്ഞ 400 പേർക്കൊക്കെ ഞാൻ ലിങ്ക് അയച്ചപ്പോൾ 14 പേര് എനിക്കിപ്പോൾ ജോയിൻ ആയിട്ടുണ്ട്. 5 ദിവസം കൊണ്ട് 5 ദിവസം കൊണ്ട് 14 പേര് എന്നെ കൂടി ജോയിൻ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനത് ആദ്യത്തെ ദിവസം 100 പേർക്ക് അയച്ചപ്പോൾ കുറച്ച് ആൾക്കാർ മീറ്റിംഗ് കയറി ആരും ഐഡിയ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അന്ന് ഞാൻ നിർത്തിയാൽ മതിയോ? ഞാൻ നിർത്തൂല. ഞാൻ ഈ ഒരു മാസം, നോയമ്പ് തീരുന്ന മാസം ഫുള്ള് ഞാൻ ആ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടോ, എല്ലാ ദിവസവും ഞാൻ ചെയ്യും. ഇപ്പം നിങ്ങൾക്ക് പല ആൾക്കാരുടെ പ്രശ്നം, ഒരാളോട് പറയുന്നു, 2 ആളോട് പറയുന്നു, 3 ആളോട് പറയുന്നു, അവർ കയറില്ല. ആ സമയമാകുമ്പോൾ അവർ ഓൺലൈനിൽ കാണില്ല ഡാറ്റ. ആ നിങ്ങൾക്ക് അയച്ച വ്യക്തിക്ക് ഈ ബിസിനസ് ഇമ്പോർട്ടൻസ് അല്ല, നിങ്ങളെ ലിങ്ക് കിട്ടിയ വ്യക്തിക്ക് ഒരിക്കലും ഈ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആയി വരില്ല. കാരണം അവർക്ക് ഈ ബിസിനസ് ഇമ്പോർട്ടൻ്റ് ആയി വരണമെങ്കിൽ അവർക്കിത് മനസ്സിലാവണം അല്ലേ? അതുകൊണ്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പം ഏതെങ്കിലും ഒരാൾ, 1-2 ആൾക്കാർ ഇതിനകത്ത് കയറുന്നുണ്ടാവും. ആ കയറുന്ന സമയത്ത് അതാണ് നിങ്ങളുടെ സമയം അവിടെ തെളിഞ്ഞു വരുള്ളൂ. നമുക്ക് ഒരു വർഷം കൊണ്ട് ഒരു 6 പേരെയൊക്കെ സീരിയസ് ആക്കി കിട്ടിയാൽ മതി. 6 പേരൊക്കെ സീരിയസ് ആയിട്ട് ബിസിനസ്സിലുണ്ടെങ്കിൽ, ഇന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളോടൊപ്പം ഞാൻ എല്ലാ മീറ്റിങ്ങിലും പറയുന്നതാണ്, ഒരാളെങ്കിലും ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഐഡിയ എടുത്തിട്ടുണ്ടെങ്കിൽ, അവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ സംരക്ഷിക്കാൻ നോക്കണം. എല്ലാ ലീഡേഴ്സും ചെയ്യേണ്ട കാര്യം. ഇത് പല ലീഡേഴ്സും എന്ന പ്രശ്നം വെച്ചാൽ, ജോയിൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ഐഡിയ എടുത്ത് അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവരെ പിറകില്ല, വേറെ പുതിയ ആൾക്കാരെ പിറകെ പോകുന്നെങ്കിൽ അതിനേക്കാളും ബെറ്റർ നിങ്ങളോടൊപ്പം അസോസിയേഷൻ ചെയ്ത വ്യക്തിയെ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, അവരെ നമ്മളെ ഈ മീറ്റിങ്ങിൽ, സൂം മീറ്റിങ്ങിൽ കണക്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ഞാൻ ഇന്ന് പറഞ്ഞല്ലോ 14 പേരോളം ജോയിൻ ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ആ 14 പേരിൽ ആരെങ്കിലും ഒരാൾ ഈ മീറ്റിംഗ് കയറാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇത്രയും മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, ആരും കയറുന്നതും കാണുന്നില്ല. പുതിയ ആൾക്കാർ കയറിയിരുന്നെങ്കിൽ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഈ 14 എത്ര പേരുണ്ടാവുമെന്ന് എനിക്കറിയില്ല ഈ ബിസിനസ്സിൽ. പക്ഷേ അവരിൽ ആരെങ്കിലും ഒരാൾ ഇന്നത്തെ ടീം മീറ്റിലുണ്ടെങ്കിൽ ഞാൻ സന്തോഷിച്ചാണ്. അവർ കയറിയിട്ടില്ല, ഉണ്ടോ അറിയില്ല, വേറെ മൊബൈൽ പേരുണ്ടോ എനിക്കറിയില്ല. അങ്ങനെ ആരെങ്കിലും കയറുവാണെങ്കിൽ ആ വ്യക്തി ബിസിനസ്സിലുണ്ടോ? ഇന്ന് നിങ്ങളൊക്കെ എല്ലാം പ്രശ്നം ഇതെന്ന് നിൽക്കില്ല. നിങ്ങൾ ആരെങ്കിലും ചെക്ക് ചെയ്യാറുണ്ടോ? എൻ്റെ ടീമിൽ എത്ര ആൾക്കാർ കയറി ചെക്ക് ചെയ്തിട്ടുണ്ടോ? എപ്പോഴും ചെക്ക് ചെയ്യാറുണ്ടോ? നീതുവൊക്കെ എനിക്ക് എഴുതി അയച്ചിട്ടുണ്ട്, എൻ്റെ ടീമിൽ എത്ര ആൾക്കാർ കയറിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ എഴുതണം, അപ്പോഴാണ് നിങ്ങൾക്ക് എനർജി കൂടുതൽ. എൻ്റെ ടീമിൽ ഈ 72 പേരുള്ള ടീം മീറ്റാണ് നടക്കുന്നത്. എൻ്റെ ടീമിൽ എത്ര ആൾക്കാർ കയറി? ഞാൻ പണ്ട് ഈ മീറ്റിംഗ് എൻ്റെ ബിസിനസ്സിൻ്റെ സമയത്ത് എൻ്റെ അപ്ലൈൻ്റെ നോക്കും, 100 പേരുള്ള മീറ്റിങ്ങുകളിൽ ഞാൻ എണ്ണി നോക്കും എൻ്റെ എത്ര ആളുണ്ട്. അപ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരം വരും. കാരണം അതിൽ 60-70% ആൾക്കാരും എൻ്റെ ടീമിലാണ്. എൻ്റെ അപ്ലൈൻ്റെ ടീമിൽ ആൾക്കാർ കുറവാണ്. അപ്പോൾ എനിക്ക് ഇച്ചിരി അഹങ്കാരം കൂടും, ജാട കൂടും.
അപ്പോൾ എനിക്ക് ബിസിനസ് ചെയ്യാൻ ഭയങ്കര എനർജിയാണ്. അത് തെറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, കാരണം എനിക്ക് ബിസിനസ് നല്ല ഗ്രോത്ത് ആവുന്നുണ്ട്. നിങ്ങളങ്ങനെ ചിന്തിക്കണം. എൻ്റെ ടീമിൽ എത്ര ആൾക്കാർ കയറി, ആരോട് പറയുന്നും വേണ്ട, അഹങ്കാരം പുറത്ത് കാണിക്കും വേണ്ട, പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നല്ല ഇൻട്രസ്റ്റ് വരും ബിസിനസ് ചെയ്യാൻ. അതെ, ഭീമാവടം ചിരിക്കുന്നുണ്ടോ? ഭീമാവടം നോക്കിയപ്പോൾ ഭീമാവടത്തിൻ്റെ ആൾക്കാർ കുറേ ഇല്ലാത്തുണ്ട്. പക്ഷേ 2 വർഷം മുന്നേ, 1.5 വർഷം മുന്നേ ഭീമാവടം ടെൻഷൻ അടിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ആരും ഇല്ല, അവരുടെ ആൾക്കാർ ഇഷ്ടംപോലെ ആൾക്കാർ മീറ്റിംഗ്, ഷാജി സാർ അവരെ മാത്രം ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്ക് ആരും ഇല്ലാതെ ചിന്തിച്ചിട്ടുണ്ട് ഭീമയൊക്കെ. ഇപ്പോൾ ഭീമക്ക് മനസ്സിലായിട്ടുണ്ടാവും ആരെ കൂടിയാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. ഭീമക്ക് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ആരെ കൂടെയല്ല, ഇവിടെ ആരാണോ ഈ പ്ലാറ്റ്ഫോമിൽ എത്തിച്ചേരുന്നത് അവരെ കൂടെ ഞാൻ ഉണ്ടാവും. ഇവിടെ എത്തിക്കാൻ മാത്രമേ നിങ്ങൾക്ക് ആവശ്യമുള്ളൂ. അവരെത്തിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് ബിസിനസ് വിജയിക്കാൻ പറ്റും. ഇതിൽ പല ആൾക്കാരുടെ മൈൻഡിൽ ഇങ്ങനെയൊക്കെ ചിന്ത വരാറുണ്ട്. എന്നെ നോക്കുന്നില്ല, എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എൻ്റെ മെസ്സേജ് നോക്കുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് സപ്പോർട്ട് ഇല്ലാതെ കൊണ്ടാണ് ഞാൻ വിജയിക്കാതെ, അങ്ങനെയൊക്കെ ഇറക്കി കുറേ ആൾക്ക് ചിന്തിക്കുന്നുണ്ടാവും. ഈ ചിന്തയൊക്കെ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ. എനിക്ക് നിങ്ങൾ ഈ ഇരിക്കുന്ന 72 പേരും ഇതിൽ ആൾക്കാരെ കൊണ്ടുതരുവാണെങ്കിൽ ഞാൻ അവരെ ബിസിനസ് പ്ലാൻ കൊടുക്കാനും അവർക്ക് എന്ത് സപ്പോർട്ട് കൊടുക്കാനും എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ റെഡിയായിരിക്കും. കാരണം നിങ്ങൾ 72 പേരും രക്ഷപ്പെടുവാണെങ്കിൽ ഞാൻ കോടീശ്വരനാണ്. അതാ പറഞ്ഞേ, നിങ്ങൾ 72 പേരും ഈ ബിസിനസ്സിൽ സ്ഥിരമായിട്ടുണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് 22 പേർക്ക് നല്ലൊരു വരുമാനം വാങ്ങിച്ചിട്ടാണ് ഞാൻ കോടീശ്വരനാവും. സത്യത്തിൽ പറയാം. എന്നെ കോടീശ്വരനാക്കാൻ താല്പര്യമുണ്ടോ? ഇല്ലാതെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഇത് മതിയാക്കി പോകും. കുറച്ച് കഴിയുമ്പോൾ അങ്ങനെയാണ് കോടീശ്വരനാവണ്ട എന്ന് പറഞ്ഞിട്ട് മതിയാക്കി പോകുന്ന ആൾക്കാരുണ്ടോ? സത്യസന്ധമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും ഈ ബിസിനസ് കളയാതെ ഇതിൽ കൂടെ നിൽക്കണം. ഞാൻ അത്രക്കും റെഡിയാണ് നിങ്ങളോട് വിജയിപ്പിച്ചാൽ. എനിക്ക് നിങ്ങളുടെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാവണം, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റും. ഇന്ന് പല ആൾക്കാരും ഞാൻ എത്ര മെസ്സേജ് അയച്ചാൽ ഉണ്ടല്ലോ, അത് നോക്കുപോലും ചെയ്യില്ല. എല്ലാവരും എനിക്കിപ്പോൾ ഗുഡ് മോർണിംഗ് അയക്കുന്നതിനും എനിക്ക് തന്നെ വിഷമം തോന്നും, എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നും. ഞാൻ ഇത്രയും ഗുഡ് മോർണിംഗ് അയച്ചിട്ട് 2.5 മാസമായിട്ട് മെസ്സേജ് അയക്കാതെ എനിക്ക് ഇന്നൊരാൾ ഹായ് അയച്ചപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ചോദിച്ചു എന്തോ പറ്റി വെച്ചു, ഭയങ്കര ബിസിയായിരുന്നു. ഞാൻ പ്രൊഡക്റ്റ് ഉപയോഗിക്കണ്ട, പൈസ ഇല്ല പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ. അപ്പോൾ ഈ 2.5 മാസം എന്ത് ബിസിയാന്ന് വെച്ചപ്പോൾ ജോലി അന്വേഷിച്ച് നടക്കുമായിരുന്നു. ഇത്രയും നല്ല അവസരം ദൈവം കൈ കൊണ്ടു കൊടുത്ത സമയത്ത് അയാൾ ജോലി അന്വേഷിച്ച് നടക്കുകയായിരുന്നു. ജഗതി ഒരു സിനിമയിൽ പറഞ്ഞിട്ടുണ്ടോ, ഒരു ജോലി കിട്ടിയിട്ട് 2 ദിവസം ലീവ് എടുക്കാൻ പറഞ്ഞ അവസ്ഥയാണ്. പണിയില്ല, ജോലി കിട്ടിയിട്ട് വേണം അദ്ദേഹം 2 ദിവസം ലീവ് എടുത്ത് റെസ്റ്റ് എടുക്കാൻ വേണ്ടി. 2 വർഷമായി പണിയില്ല. ഇത്രയും നല്ല അവസരം കൈ കിട്ടിയ സമയത്ത് കുറച്ച് സമയം രാത്രി 9 മണിക്കെങ്കിലും ജോലി അന്വേഷിക്കാതിരുന്നത് അദ്ദേഹം. ഈ ബിസിനസ് മീറ്റിംഗ് കേട്ടൂടെ? ജോലിയില്ല, വരുമാനമില്ല, സാധനം വാങ്ങിക്കാൻ പൈസയില്ല, ബിസിനസ് ചെയ്യാനും പറ്റൂല, ഒന്നിനും സമയമില്ല. പക്ഷേ അംബാനിനെക്കാട്ടിയും ബിസിയാണ് അദ്ദേഹം. ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ. ഇത് ഭീമന്റെ ടീമിൻ്റെ ആളായിരിക്കും എനിക്ക് മെസ്സേജാണ്. 3-4 മാസമായി ഐഡിയ ഒക്കെ എടുത്തിട്ട് തിരക്ക് കാരണം കറങ്ങി തിരിഞ്ഞ് ലാസ്റ്റ് വന്ന് ഇന്ന് എനിക്ക് മെസ്സേജ്, എനിക്ക് സാധനം വാങ്ങിക്കാൻ എങ്ങനെ വാങ്ങിക്കാന്ന് വെച്ചിട്ട് ഞാൻ ആരാണ് എനിക്ക് മനസ്സിലായിട്ടാവും. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇന്നലെ ടീമിലാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ഞാൻ ചോദിച്ചു എവിടെയായിരുന്നു ഇത്രയും കാലം? ബിസിയായിരുന്നു സാറേ. സാധനം എന്താ വാങ്ങിക്കാന്ന് വെച്ചപ്പോൾ പൈസ ഇല്ലായിരുന്നു. ജോലിക്ക് പോക്കില്ല, ജോലിയൊന്നുമില്ല, ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുക. ഈ ലെവലിലുള്ള ആൾക്കാർ കുറേ ഉണ്ടാവും. പക്ഷേ ഇന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും, ജോലി ഉള്ളവർക്ക് പോലും സ്ട്രഗിൾ ലൈഫിലാണ്. ഇന്ന് പ്രത്യേകിച്ച് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കമ്പനി കേരളത്തിൽ മൊത്തത്തിൽ അംഗീകരിക്കുന്ന ലെവലിലേക്ക്, കേരള സർക്കാരിൻ്റെ അംഗീകാരം വരെ കിട്ടിയിരിക്കുന്ന സമയത്താണ്. നിങ്ങൾ എത്രത്തോളം അതിന് മനസ്സിലാക്കിയിട്ടുണ്ടോ എനിക്കറിയില്ല. കമ്പനിയുടെ പേരുകൾ എന്നെ ഡിക്ലെയർ ചെയ്യുന്നുണ്ടാവും. ഇന്ന കമ്പനികൾ ലീഗലായിട്ട് ചെയ്യാൻ പറ്റുന്ന കമ്പനികളാണ്. ഉടായ്പ കമ്പനികളൊക്കെ പോകുന്നുണ്ടാവും. അപ്പം നിങ്ങളുടെ കമ്പനിയിലേക്ക് ആൾക്കാർ ഇങ്ങോട്ട് വന്ന് ജോയിൻ ചെയ്യുന്ന സമയം വരുന്നുണ്ടോ കുറച്ച് കഴിയുമ്പോൾ? അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് അതിൽ ബിസിനസ് കുറച്ചും കൂടെ സീരിയസ് ആയി എടുക്കാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത കാര്യം, ഇതിൽ പല ആൾക്കാരെ ജോയിൻ ചെയ്തിട്ടുണ്ടാവും. കുറച്ച് സാധനം, ഒരു 100-500 രൂപയുടെ സാധനം, ഇല്ല 1000 രൂപയുടെ സാധനം വാങ്ങിച്ച് നിൽക്കുന്ന ആൾക്കാരെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. 1000 രൂപയുടെ സാധനം സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരിക്കും, ഒത്തിരി സാധനം വാങ്ങിച്ചിട്ടുണ്ടാവുമായിരിക്കും ഞാൻ വിചാരിക്കുന്നുണ്ടാവും, അല്ലേ? പല ആൾക്കാർ അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അത് കഴിഞ്ഞ ശേഷം വാങ്ങിക്കുന്നൊരു പ്രതീക്ഷയിൽ. പക്ഷേ അതിനുശേഷം ഒന്നും ചെയ്യുന്നുണ്ടാവില്ല. അവരവിടെ നോക്കിയിരിക്കും. താഴെയുള്ള ആൾക്കാർ സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടാവും, താഴെയുള്ളവർ ബിസിനസ് ചെയ്യുന്നുണ്ടാവും, ടീം ഡെവലപ്പ് ആവുന്നുണ്ടാവും. ഇവർക്ക് ഒന്നും വാങ്ങിക്കാനും സമയം ഉണ്ടാവില്ല, ബിസിനസ് ചെയ്യാനും സമയം ഉണ്ടാവില്ല. താഴെയുള്ളവർ ഗ്രോ ചെയ്തിട്ട് വരുമാനം വാങ്ങിക്കാൻ തുടങ്ങിയാണ്. അപ്പോഴവിടെ നെഗറ്റീവായി, ഞാനല്ലേ അവരെ കൊണ്ടുവന്നേ, അത്രയേ ഉള്ളൂ. ഞാൻ കൊണ്ടുവന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. വേറെ അവരെ സപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ടാവില്ല, വേറെ ബിസിനസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. ഇവിടെ ഞാൻ എപ്പോഴും മീറ്റിങ്ങിൽ പറയാറുണ്ട്, ആരാണോ ഇതിൽ വർക്ക് ചെയ്യുന്നത് അവർക്കാണ് കമ്പനി വരുമാനം കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഒരാളെ ജോയിൻ ചെയ്യിപ്പിക്കലല്ല, ആ വ്യക്തിയെ വിജയിപ്പിക്കുന്നതോടൊപ്പം നിങ്ങൾ അടുത്തൊരു ടീമിനെ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ ലെവലുകൾ 8%, നമ്മൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ വരുമാനത്തെക്കുറിച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാൻ. നിങ്ങളുടെ ലെവലുകൾ മേലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കണം. 5% നിങ്ങൾ എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്റ്റിൻ്റെ 5%. നിങ്ങളെ കൊണ്ടുവന്ന വ്യക്തി
5%, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണേ. നിങ്ങൾ കൊണ്ടുവന്ന വ്യക്തിയും 5%ആണെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളെ കൊണ്ടുവന്ന് താഴെയുള്ള വ്യക്തിയുടെ അടുത്ത് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ? പല ആൾക്കാർക്കുള്ള സംശയം, ബോണസ് വരുമ്പോഴുള്ള പ്രശ്നങ്ങളും ഡൗട്ടുകളാണ്. നിങ്ങൾ ആദ്യമായിട്ട് ജോയിൻ ചെയ്ത വ്യക്തി എന്തെങ്കിലും കമ്പനിയുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ചെറിയൊരു പ്രോഫിറ്റ് വരും. ഒരു 100 PV ഒക്കെ വാങ്ങിക്കുന്ന 3000 രൂപക്ക് മേലുള്ള സാധനം വാങ്ങിക്കുന്ന വ്യക്തിക്ക് 91 രൂപ, 92 രൂപ, 95 രൂപ ആ ഇടയിലുള്ള എമൗണ്ടാണ് കിട്ടുക. നിങ്ങളുടെ താഴെ വീണ്ടും 2 പേര് ജോയിൻ ചെയ്തിട്ട് ഒരു 100 PV ചെയ്ത 2 പേരുണ്ടെങ്കിൽ നിങ്ങളുടെ PV 300 PV ആവും. അപ്പോൾ നിങ്ങൾ 8% എത്തിയിട്ടുണ്ടാവും. അപ്പോൾ ആ 8% 300 PV എന്ന് പറഞ്ഞാൽ 432 രൂപയുടെ ഇൻകമാണ് നമുക്ക് ആ 3 പേർക്കും കൂടെ വരും. മനസ്സിലാവുന്നുണ്ട്? 432 രൂപ വരും. അത് ഡിവൈഡ് ചെയ്തിട്ട് പോവാം. പക്ഷേ മേലുള്ള വ്യക്തി 8% ആയതുകൊണ്ട് അദ്ദേഹത്തിന് കുറച്ച് കൂടുതലുണ്ടാവും. ഇനി അഥവാ നിങ്ങൾ ഒറ്റക്കാണ് ഈ 8% 300 PV ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ താഴെ ഡൗൺലൈൻസ് ഒന്നുമില്ല, നിങ്ങൾക്ക് ഓർഡർ ഉണ്ട്, നിങ്ങൾ ഒറ്റക്ക് ഓർഡർ ചെയ്തിട്ട് 300 PV ചെയ്യുകയാണെങ്കിൽ ഈ 432 രൂപ കംപ്ലീറ്റ് നിങ്ങളിലേക്ക് വരുന്നുണ്ടാവും. 750 രൂപയുടെ പ്രൊഡക്റ്റ് വൗച്ചറും കിട്ടും. ഞാൻ കഴിഞ്ഞ ആഴ്ച സക്കീർ ഭായിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ചെറിയ ഷോർട്ടേജസ് ഉള്ളൂ, നിങ്ങൾക്ക് 750 വൗച്ചറും 432 ഇൻകം വരുമായിരുന്നു. അദ്ദേഹം അത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല, അത് നഷ്ടപ്പെടുത്തി കളഞ്ഞു. ചെറിയൊരു മൈന്യൂട്ടായ ഷോർട്ടേജസ്. അപ്പോൾ ആ ഒരു 750 വൗച്ചർ അവിടെ നഷ്ടപ്പെടുകയാണ്. ഇവിടെ നമ്മൾ അവസരങ്ങളെ നിങ്ങളെല്ലാ അപ്ലൈനും നിങ്ങൾ ഓർമ്മപ്പെടുത്താറ്, പല അപ്ലൈനും ഓർമ്മപ്പെടുത്തുന്നുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കിയിട്ട് പല ആൾക്കാരും വിളിച്ച് പറയാറുണ്ട് ഓഫറുകളും കാര്യങ്ങളും ഗുണങ്ങളൊക്കെ കിട്ടുന്നത്. നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, ഈ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞ സാധനം ഉപകാരപ്പെടുത്താൻ ശ്രമിക്കുക. ഇന്ന് വരെ ചെയ്യാത്ത ആൾക്കാർ ഒരുപാട് ആൾക്കാരുണ്ടാവും. നിങ്ങൾ റെഗുലറായിട്ട് ഒരു 100 PV എങ്കിലും ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സുകാരനായി മാറാൻ ശ്രമിക്കുക സുഹൃത്തുക്കൾ. 100 PV, ഒരു ലക്ഷങ്ങൾ വരുമാനം നിങ്ങൾക്ക് വാങ്ങിച്ച് തരാൻ എന്നെക്കൊണ്ട് സാധിക്കും. അതുകൊണ്ടാണ് പറഞ്ഞത്, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിച്ചു തരാൻ നിങ്ങൾക്ക് സാധിക്കും. അതിന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം, ഇത് സ്റ്റാർട്ട് ചെയ്ത വ്യക്തി ചിലപ്പോൾ കുറച്ചേ വാങ്ങിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ബിസിനസ് മനസ്സിലായി, പ്രൊഡക്റ്റ് മനസ്സിലായി, ക്വാളിറ്റി മനസ്സിലായി, ഇഷ്ടപ്പെട്ടുവെങ്കിൽ അടുത്ത മാസമെങ്കിലും അതൊരു 14-ാം തീയതിക്കുള്ളിൽ നിങ്ങളൊരു 100 PVയുടെ ആളായി മാറാൻ ശ്രമിക്കണം. എങ്ങനെയെങ്കിലും കസ്റ്റമറെ കണ്ടെത്തിയാലും പ്രശ്നമില്ല, അതിനുള്ള പ്രൊഡക്റ്റ് മൂവ് ചെയ്തിട്ടാലും പ്രശ്നമില്ല, നിങ്ങളുടെ വീട്ടിലേക്ക് വാങ്ങിച്ചാലും പ്രശ്നമില്ല. പക്ഷെ ആ ഒരു 100 PVയുടെ ആളായി മാറുന്ന സമയത്ത് സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ലാതെ ബെനിഫിറ്റ് മാറ്റിയെടുക്കാൻ സാധിക്കുന്നുണ്ടോ. ഇത് തന്നെ ആയിരിക്കണം നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ഡ്യൂപ്ലിക്കേഷൻ. ഞാനിപ്പോൾ എപ്പോഴും ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ച് സ്റ്റാർട്ട് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ആദ്യമായിട്ട് വരുന്ന വ്യക്തിക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ എളുപ്പം അതാണ്, അല്ലേ? ഒരു ഇത്രയും വലിയ പാക്കേജൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. നമുക്ക് അവർക്ക് ഇഷ്ടമുള്ള സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ, ആ കമ്പനിയുടെ പ്രൊഡക്റ്റ് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു 3-4 മീറ്റിംഗ് അവർ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വിശ്വാസം കൂടും. പ്രൊഡക്റ്റിലും കമ്പനിയിലും ടീമിലും വിശ്വാസം വരും. ഇതിൽ നിന്നാൽ വിജയിക്കാൻ പറ്റുന്ന തോന്നുന്ന സമയത്ത് അവർ കൺസിസ്റ്റൻസിയിലേക്ക് അവർ വരുന്നുണ്ടാവും. ഒരു കോറായി മാറുന്നുണ്ടാവും. കുറച്ച് 160 PVയുടെ കോറായി മാറുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആൾക്കാർ കോറായി മാറുന്നു, 160 PV ആയി മാറുന്നുണ്ടാവും. അപ്പോൾ അവർക്ക് 2 കൺസിസ്റ്റൻസി, 100 PVയുടെ 60 PVയുടെ. പതുക്കെ അവർക്ക് കസ്റ്റമറുള്ള ആളാണെങ്കിൽ കുറച്ച് പോകുന്ന സമയത്ത് 200 PVയുടെ കൺസിസ്റ്റൻസിയായി മാറും. 5000-ന് മേലെ പ്രൊഡക്റ്റ് ഫ്രീ ആണ്. ഈ കസ്റ്റമറുള്ള ആൾക്കാർക്ക് ഈ 5000 രൂപ സ്വന്തമായിട്ട് അവർക്ക് എടുത്തൂടെ? അതുകൊണ്ടാണ് പറഞ്ഞത്, നിങ്ങളിതിനെ ഒരു ബിസിനസ് മൈൻഡിൽ കാണാം. ബിസിനസ് മൈൻഡ് പറഞ്ഞാൽ നമുക്കൊരു സാധാരണ ബിസിനസ് ചെയ്യുമ്പോൾ ലക്ഷങ്ങൾ ചിലവാക്കുന്നുണ്ടെങ്കിൽ ഒരു 100 PVയുടെ സാധനം വാങ്ങിക്കുന്ന പൈസ വെസ്റ്റീജിനോട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല എന്ന് നിങ്ങൾ പല പ്രാവശ്യം പറഞ്ഞല്ലോ എന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ പറഞ്ഞ്, നിങ്ങളൊരു 100 PVയുടെ പൈസ വെസ്റ്റീജ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ, ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നോക്കി. ആ 100 PVയുടെ പ്രൊഡക്റ്റ് പകുതി നിങ്ങൾ വീട്ടിലേക്ക് ഉപയോഗിക്കാനും പകുതി ആർക്കും കൊടുക്കാൻ, അല്ലെങ്കിൽ ആ 100 PVയുടെ പ്രൊഡക്റ്റ് ആദ്യത്തെ 14 ദിവസം തന്നെ ആർക്കെങ്കിലും കൊടുത്തിട്ട് ആ പൈസ തിരിച്ച് വാങ്ങിച്ചിട്ട് കയ്യിൽ വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു 100 PVയുടെ വാങ്ങിക്കുക, നിങ്ങൾക്ക് ഉപയോഗിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് പ്രൊഡക്റ്റ് ഉപയോഗിക്കാനും സാധിച്ചു, ഒരു എക്സ്ട്രാ 100 PV അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവും. 4 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5000 രൂപക്കുള്ള പ്രൊഡക്റ്റ് ഫ്രീ ആണ്. അങ്ങനെ ചെയ്ത ആൾക്കാർ ഇന്നിപ്പം 10,000-15,000 രൂപയുടെ പ്രൊഡക്റ്റ് വീട്ടിൽ സ്റ്റോക്ക് ഫ്രീ ആയി കിടക്കും. ഏതൊരാൾ ചോദിച്ചാലും എടുത്ത് കൊടുക്കാൻ പറ്റുന്ന ലെവലിലേക്ക് മാറിയിട്ടുണ്ട്. കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നുണ്ട്. ഈ ബിസിനസ് മൈൻഡ് ചെയ്യുന്ന ആൾക്കാർക്കാണ് ഇതിൽ പെട്ടെന്ന് മുന്നോട്ട് പോകാൻ സാധിക്കുള്ളൂ. പല ആൾക്കാരുടെ പ്രശ്നം സാധനം വാങ്ങിക്കാൻ പറ്റാത്ത പ്രശ്നം, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആളുടെ പ്രശ്നം ഉണ്ടാവും. അവർ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ് ഈ ഒരു കസ്റ്റമർ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കേണ്ടത്. ഇനി അഥവാ വീട്ടിൽ നിന്ന് പെർമിഷൻ കിട്ടിയ ആൾക്കാരുണ്ടാവും, അല്ലെ? സാധനം വാങ്ങിക്കാൻ പെർമിഷൻ ഇല്ലാത്ത ആൾക്കാരുണ്ടാവും. പല വീട്ടിലും ചിലപ്പോൾ അച്ഛനമ്മമാർ വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, ഹസ്ബൻഡ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും. അവരെ പെർമിഷൻ ഇല്ലാണ്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റില്ല. ലേഡീസിനൊക്കെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ പ്രശ്നമുണ്ടാവും. ജെൻസിന് പ്രശ്നമില്ല, അവർക്ക് സ്വാതന്ത്ര്യം ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാം. പക്ഷേ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനുള്ള അതോറിറ്റി ഉണ്ടാവില്ല. അങ്ങനെയുള്ള ആൾക്കാർ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ബിസിനസ്സിൽ വിശ്വാസം വന്നാൽ, നിങ്ങൾക്ക് വിജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കുറച്ച് കസ്റ്റമറെ കണ്ടെത്താൻ ശ്രമിക്കണം.
എന്നിട്ട് പോലും നിങ്ങൾ ആ ബിസിനസ് ആ ഒരു കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബെനിഫിറ്റ് കൂടുന്നുണ്ടാവും. ആ ഫ്രീ പ്രൊഡക്റ്റുകൾ വീട്ടിലേക്ക് വാങ്ങിച്ചു കൊടുക്കുന്ന സമയത്ത് വീട്ടുകാർക്ക് അത് സന്തോഷം വന്നാൽ പിന്നെ അവർ നിങ്ങൾക്ക് അതോറിറ്റി തരുന്നുണ്ടാവും, സാധനം വാങ്ങിക്കാനുള്ള അതോറിറ്റി തരും. അങ്ങനെ ആ രീതിയിലേക്ക് മുന്നേറാൻ ശ്രമിക്കണം എല്ലാ ആൾക്കാരും. ഇതിൽ കൺസിസ്റ്റൻസി ആണ് ഈ ബിസിനസ്സിലെ ഏറ്റവും ഇമ്പോർട്ടൻസ് കാര്യം. നിങ്ങൾ പല ആളുകളും ശ്രദ്ധിച്ച് നോക്കിയാൽ ഞാൻ ആ ലക്കി ഡ്രോ വെക്കുന്നത് അതുകൊണ്ടാണ്. അത് കാണുമ്പോഴാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ചിന്തിക്കുന്നുണ്ടാവും. അത് ഒന്നുമല്ല, ഒരു 1000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ ഗിഫ്റ്റ് പ്രൊഡക്റ്റ് ആണെങ്കിൽ പോലും അതിലൂടെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നിങ്ങളുടെ കൂടെ നിങ്ങളുടെ ടീമിൽ ഒരു 10, 15, 20 ആൾക്കാരുണ്ടെങ്കിൽ 14-ാം തീയതിക്കുള്ളിൽ തന്നെ നിങ്ങളുടെ വോളിയം 2000 PV കിടക്കുന്നുണ്ടാവും. അല്ല, ഭീമ മാഡത്തിൽ ചോദിച്ചു നോക്കുക, ആദ്യത്തെ 14-ാം തീയതി ആകുമ്പോൾ ഭീമ മാഡത്തിൻ്റെ PV ഒക്കെ ഷൂട്ട് ചെയ്ത് കയറി പോവാണ്. കാരണം കൺസിസ്റ്റൻസിക്കാർ ഇഷ്ടം വരെ ഉള്ളതുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 15,000 PV കിടക്കും ആദ്യത്തെ 14-ാം തീയതി തന്നെ. അത്രയ്ക്ക് എക്സൈറ്റ്മെൻറ്റ് നമുക്ക് വരും വർക്ക് ചെയ്യാൻ വേണ്ടി. ഇതന്നെയാണ് ഈ കമ്പനി ആ ഒരു ഓഫർ വെക്കാനുള്ള, കൺസിസ്റ്റൻസി എന്നൊരു ഓഫർ വെക്കാനും ഇത്രയും പ്രൊഡക്റ്റ് കമ്പനി ഫ്രീ ആയിട്ട് കൊടുക്കുന്നതും. ബിസിനസ് നല്ല ഗ്രോത്താണ് ആ ഒരു 14 ദിവസം കൊണ്ട്. പിന്നെ 18-ാം തീയതി വരെയുള്ള ഫ്രീ പ്രൊഡക്റ്റുള്ള അതിനുള്ളിൽ തന്നെ മാക്സിമം നിങ്ങൾ പർച്ചേസിങ് നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക. സീരിയസ് ആയിട്ടുള്ള ബിസിനസ് മനസ്സിലായ വ്യക്തികൾ ആ ഒരു ഫ്രീ പ്രൊഡക്റ്റും കൺസിസ്റ്റൻസി വൗച്ചറും ഇതെല്ലാം വാങ്ങിക്കുന്ന ലെവലിൽ ഉപയോഗിക്കുക. അതിനുശേഷം പുതിയ ആൾക്കാരെ ജോയിനിങ്ങിലും ആ ജോയിൻ ചെയ്ത ആൾക്കാരെ പർച്ചേസിങ്ങിലേക്കും നോക്കുകയാണെങ്കിൽ, കാരണം അവർക്ക് എപ്പോൾ പുതിയ ജോയിനിങ് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാലും കൺസിസ്റ്റൻസിയാണ്. ആദ്യത്തെ പർച്ചേസിങ് എപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസിയാണ്. അതെല്ലാവർക്കും അറിയാമായിരിക്കും അല്ലേ. ഫസ്റ്റ് പർച്ചേസിങ് 30-ാം തീയതി ചെയ്ത് കഴിഞ്ഞാലും ആ മാസത്തെ ഏർപ്പെടും. പിന്നെ ഈ മാസത്തെ ഈ വിമൻസ് ഡേൻ്റെ ഓഫർ ആരെങ്കിലും അറിയാമായിരുന്നോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഒരാൾ പോലും ചെയ്തിട്ടില്ല. ഞാൻ ഇന്ന് ചെയ്തു. 100 PV ചെയ്തപ്പോൾ 150 കയറി. ഭയങ്കര സന്തോഷമായി. 100 PVയുടെ പൈസക്ക് 150 PV കയറിയിട്ടുണ്ട്. ബില്ല് അടിച്ചപ്പോൾ തന്നെ 150 കയറി. ആരെങ്കിലും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഒരാളതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ടുണ്ടല്ലോ, ചെയ്തിട്ടുണ്ടല്ലോ. പക്ഷേ അത് എല്ലാവർക്കും പറ്റില്ല. വിമൻസിലെ മാർച്ച് 8 മുതൽ 12-ാം തീയതി ഒരു ഐഡിയ എടുത്ത ആൾക്കാർക്കാണ്. എന്തോ ഭാഗ്യത്തിന് എൻ്റെ ടീമിൽ എല്ലാവരും പുതിയ ആൾക്കാരാണ്. പല ആൾക്കാരതിലുണ്ട്, പുതിയ ആൾക്കാർ ജോയിൻ ചെയ്ത ആൾക്കാരുണ്ട്. ആ ഓഫറുകൾ മനസ്സിലാക്കാൻ അത്രയും PV എക്സ്ട്രാ കയറി വരുവാണ്. 100 PVക്ക് വരെ 50 PV എക്സ്ട്രാ ആണ്. അത് ഏത് പ്രോഡക്റ്റ്, അൾഷർ പ്രോഡക്റ്റ് എടുത്താൽ പോലും ഉണ്ട്. സോപ്പ് എടുത്താലും പേസ്റ്റ് എടുത്താൽ പോലും ആ ഓഫറുണ്ട്. ബ്യൂട്ടി പ്രോഡക്റ്റ് എടുത്താലുണ്ട്. ലിപ്സ്റ്റിക്, ഐലൈനർ അങ്ങനത്തെ സാധനം എടുത്താലുണ്ട്. അപ്പോൾ നമുക്കത് ഉപകാരമായി മാറും. ഒരു ഫാസ്റ്റ് ആർഡ് 8% ആവും. പക്ഷേ ഫാസ്റ്റ് ആർഡ് 8% ആയാലും വൗച്ചർ വരും. അതിനകത്ത് 300 PV ആക്ച്വൽ ഉണ്ടെങ്കിൽ കിട്ടുള്ളൂ. ഓക്കെ, അതല്ല നമ്മളെ PV കയറി വരാനും സൈഡ് വോളിയത്തിനും ക്വാളിഫിക്കേഷൻ ഒക്കെ ഉപകാരപ്പെടുന്നുണ്ട്. പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നില്ല. ഓഫറുകൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നില്ല. ഇത് നിങ്ങൾ നഷ്ടപ്പെടുത്തുകയാണ് പല ആൾക്കാർ. പിന്നെ നമ്മളെ കുറേ ആൾക്കാർ അവരുടെ ഡൗൺലൈൻസിൻ്റെ കാര്യങ്ങൾ നോക്കുന്നുണ്ടാവില്ല. അവരുടെ ഏതെങ്കിലും കൺസിസ്റ്റൻസി നഷ്ടപ്പെടുന്നുണ്ടോ, ഏതെങ്കിലും ഓഫറുകൾ നഷ്ടപ്പെടുന്നുണ്ടോ, അതൊന്നും ചിന്തിക്കുന്നില്ല പല ആൾക്കാർ. അത് ഞാൻ പല ആൾക്കാരും ഞാനാണ് ഡൗൺലൈൻസിൽ ഓർമ്മപ്പെടുത്താറ്. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ ഡൗൺലൈൻസിൽ ഓരോ കാര്യങ്ങളും താഴോട്ട് വന്നിരിക്കുന്ന ആൾക്കാർക്ക് ആ ഓഫറുകൾ വാങ്ങിച്ചു കൊടുക്കാൻ, അത് എത്തിച്ചു കൊടുക്കാൻ, മനസ്സിലാക്കാനും നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. ഞാൻ പറഞ്ഞ ബോറടിച്ചു തുടങ്ങി ഇല്ലല്ലോ അല്ലേ? ഞാൻ ഇന്ന് കുറച്ച് അങ്ങനത്തെ കാര്യങ്ങൾ മാത്രമേ നോട്ടീസ് ചെയ്യുന്നുള്ളൂ. കാരണം എല്ലാ ദിവസവും നമ്മൾ മോട്ടിവേഷനായി മാറിക്കഴിഞ്ഞാൽ വരുമാനം കിട്ടില്ല. ശരിയല്ലേ? എല്ലാ ദിവസവും നല്ല ചാർജായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ ചാർജ് ചെയ്ത പോലെ കയറി ചാർജാവും, ഭക്ഷണം കഴിച്ച് കിടന്നുറങ്ങും, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആ ചാർജങ്ങ് തീരും, പിറ്റേ ദിവസം വന്ന് വീണ്ടും മീറ്റിംഗ് കഴിക്കുന്ന ഇതേ അവസ്ഥയെ കാണുന്നുള്ളൂ. മാറ്റങ്ങൾ കാണണമെങ്കിൽ നമ്മളിതുപോലെ ഈ ഒരു കൺസിസ്റ്റൻസിയും വരുമാനത്തിൻ്റെ ഇതിലേക്ക് പോകാൻ ശ്രമിക്കുക. ഇനി നേരത്തെ ഞാൻ പറഞ്ഞ 8% ആവുന്ന സമയത്ത് അതിലേക്ക് വീണ്ടും വരാം. 5% വ്യക്തി നിങ്ങൾ ജോയിൻ ചെയ്യുന്നു, നിങ്ങളത് പതുക്കെ 8% പോകുന്ന സമയത്ത് നിങ്ങളുടെ ഇൻകം കൂടുന്നുണ്ടാവും. പിന്നെ നിങ്ങൾ 8% ആണെങ്കിൽ നിങ്ങളുടെ താഴെയുള്ള വ്യക്തി 8% ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് വരുമാനം വരണമെങ്കിൽ നിങ്ങൾ 12ലേക്ക് പോകണം. മനസ്സിലാവുന്നുണ്ടോ? ഇതിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ ലാസ്റ്റ് ചോദിക്കാം. ഒരു 10-20 മിനിറ്റ് 10-15 മിനിറ്റ് നമുക്ക് അതിനുവേണ്ടി തരാം. അതിനോട് തന്നെ തരുന്നത് ആ സമയം. ഞാനതിന് കൂടുതലൊന്നും പറയാത്തത്. നിങ്ങൾ 8% ആണെങ്കിൽ, നിങ്ങൾ ജോയിൻ ചെയ്ത വ്യക്തികളെല്ലാം 8% ആണെങ്കിൽ ശ്രദ്ധിക്കുക. നിങ്ങൾ ചിലപ്പോൾ 3 പേരെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. നിങ്ങൾ 8%, ആ 3 പേര് കുറച്ചേ വാങ്ങിച്ചിട്ടുണ്ടാവുള്ളൂ. അവർ 8% ആണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് ഒന്നും വരില്ല. നിങ്ങൾ വാങ്ങിച്ച പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ് മാത്രമേ വരുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി അതിൻ്റെ അകത്ത് ബെനിഫിറ്റ് നിങ്ങൾക്ക് വരണമെങ്കിൽ നിങ്ങൾ 12%ലേക്ക് പോകണം. നിങ്ങൾ 12 എത്തുന്നു, നിങ്ങളെ കൂടെ വന്നിരിക്കുന്ന ആൾക്കാർ 12 ആണെങ്കിൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടില്ല. ബാക്കിയുള്ള ന്യൂ ജോയിനേഴ്സിനും 8%-ത്തിൻ്റെ അകത്ത് നിങ്ങൾക്ക് അതിനകത്ത് ബെനിഫിറ്റ് വരുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ നെഗറ്റീവ് ഒന്നും കൊടുക്കണ്ട കേട്ടോ. ഇത് നിങ്ങൾക്ക് നല്ലൊരു സേഫായ സോണിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ഈ സംഭവം അങ്ങനെയുള്ളത്. പിന്നെ നിങ്ങൾ 16 എത്തിക്കഴിഞ്ഞാൽ താഴെ ആരൊക്കെ 5 ഉണ്ടോ അതിൻ്റെ 11% വരും, ആരൊക്കെ 8% ഉണ്ടോ അതിൻ്റെ അകത്ത് ബാക്കി വരും, 12%, 4%, ഇതെല്ലാം നിങ്ങൾക്ക് കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് കയറി വരുന്നുണ്ടോ?
വേറെ ഒന്നും കൂടെ പറയാം, നിങ്ങൾ 16% ആയി കഴിഞ്ഞാൽ, നിങ്ങളുടെ താഴെയുള്ള ആരെങ്കിലും 16% ഉണ്ടെങ്കിൽ പിന്നെ അതിനകത്ത് നിങ്ങൾക്ക് വരുന്നത് LOB എന്ന് പറഞ്ഞ സംഭവം വരുള്ളൂ, ലീഡർഷിപ്പ് ഓവർ റൈഡിങ് ബോണസ്. അത് 18% കിട്ടും. LOB ആയാൽ മാത്രമേ അതിനകത്ത് വരുമാനം വരുള്ളൂ കേട്ടോ. അല്ല എങ്കിൽ സൈഡ് കോളത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അത് നിങ്ങൾക്ക് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വരില്ല. ഈ ഒരു ഇൻകം ഞാൻ പറയാൻ കാരണം പല ആൾക്കാരും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാറില്ല, പെർസെൻറ്റേജ് നോക്കാറില്ല. അത് അറിയാത്തതുകൊണ്ടാണ്, പറഞ്ഞു കൊടുക്കാത്തതുകൊണ്ടാണ്. ഞാൻ എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാറുണ്ട്, എപ്പോഴും പറഞ്ഞു കൊടുക്കാറുണ്ട്. ചോദിക്കുന്ന ആൾക്കാർക്ക് എല്ലാം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇന്ന് കുറേ ആൾക്കാരുണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇന്ന് ആ മീറ്റിങ്ങിൽ ആ കാര്യം ഉൾപ്പെടുത്തിയത്. അതുകൊണ്ട് ആദ്യത്തെ ജോയിനിങ്ങിൽ വരുന്ന വരുമാനം പല ആൾക്കാരും എനിക്ക് ചോദിക്കുന്നത്, ഇത്ര രൂപക്ക് സാധനം വാങ്ങിച്ചാൽ എന്ത് കിട്ടും ചോദിക്കുന്ന ആൾക്കാരോട് ഞാൻ പറയാം, നിങ്ങൾ അതിനെ എംപ്ലോയ്മെൻറ്റ് മൈൻഡ് സെറ്റിൽ കാണാതെ ഇത്ര രൂപക്ക് സാധനം വാങ്ങിച്ചാൽ ആ സാധനമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ, ഒരു ബോണസ് ആയിട്ട് ചായ കുടിക്കാൻ ചെറിയ പൈസ ഒന്ന് ചിന്തിച്ചാൽ മതി കേട്ടോ. ആദ്യം വരുന്ന ആ ഒരു വരുമാനം, ആ ഒരു ഇൻകം ഒന്നും നിങ്ങൾ മനസ്സിൽ കൊടുക്കാതിരിക്കുക. അതൊരു ബോണസായിട്ട് മാത്രം കരുതുക, ചെറിയൊരു ബോണസ് അത് മാത്രം കരുതിക്കൊണ്ട് പിന്നീട് ഇതിൽ നിന്ന് വരാൻ പോകുന്ന ആ വലിയ ബോണസിനെ സ്വപ്നം കണ്ടുകൊണ്ട് വർക്ക് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്കിതിൽ ലക്ഷങ്ങൾ വരുമാനം വാങ്ങിക്കാൻ സാധിക്കുന്ന ആ ഒരു അവസരത്തിലേക്ക് എത്തുന്നവരെ. കാരണം നമ്മളെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിക്ക് വരുമാനം കൂടുമ്പോഴാണ് അവർ എക്സൈറ്റ്മെൻ്റ് ആവുള്ളൂ, അവർ ബിസിനസ് സീരിയസ് ആയി ചെയ്യുള്ളൂ, അവരും താഴോട്ട് ഇത് നേരെ അത് പാസ് ചെയ്ത് പോകുന്നുണ്ടാവും. എന്നാൽ മാത്രമേ നമുക്കിതിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടാവും. അതുകൊണ്ട് എപ്പോഴും കൂടെ വന്നിരിക്കുന്ന വ്യക്തി ലീഡറായി മാറുമ്പം, അവർക്ക് വരുമാനം കൂടുമ്പം, നമ്മൾ സന്തോഷിക്കുന്ന സമയത്ത് നമ്മൾക്ക് നല്ല രീതിയിൽ വരുമാനം വാങ്ങിക്കാനും നമ്മളുടെ സന്തോഷം കൂട്ടാനും നമുക്ക് സാധിക്കുന്നുണ്ടാവും. ഇവിടെ പല ആൾക്കാരും താഴെ വരുന്ന ആൾക്കാരുടെ വിഷമത്തിലായിരിക്കുന്നത്, താഴെ വരുന്ന ആൾക്കാർ വരുമാനം കൂടുമ്പോൾ ടെൻഷൻ അടിക്കുന്ന ആൾക്കാരാണ് പല ആൾക്കാരും. പ്രശ്നം അതാണ്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മേലെയുള്ള സംഭവം അറിയാത്തതുകൊണ്ടാണ്, അത് മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. ഇത്രയും കാര്യം ഞാൻ ഈ ഒരു ചെറിയ രീതിയിൽ വരുമാനത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു ഇൻട്രഡക്ഷൻ സെക്ഷൻ വെക്കാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും ഈ ഒരു വരുമാനത്തിൻ്റെ ഇൻകത്തിനെ കുറിച്ച് ചെറിയായിട്ട് ക്ലാരിറ്റി വേണമെങ്കിൽ അത് ചോദിക്കാം. ഇനി അഥവാ പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ അത് ചോദിക്കാം. വിനോദ് സാർ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ടാവും. ഞാൻ എല്ലാവരും അൺമ്യൂട്ടാക്കി തരാം. ഇന്നത്തെ മീറ്റിംഗ് ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ. നിങ്ങൾക്ക് ഈ വരുമാനം വരുന്ന ആ ഒരു സ്റ്റാർട്ടിങ്ങിലെ ചെറിയൊരു വരുമാനത്തിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടോ? പുതുതായി ജോയിൻ ചെയ്ത ആൾക്കാർക്ക് 10-ാം തീയതി വരുമാനം കിട്ടിയപ്പോൾ എന്തെങ്കിലും ക്ലാരിറ്റി വേണമായിരുന്നോ? ആരെങ്കിലും ചിന്തിക്കുന്നതിന് ചോദിക്കാം. സംസാരിക്കുന്ന ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. പറയൂ. LOB പറഞ്ഞില്ലേ 16% അപ്ലൈനും ഒരു ഡൗൺലൈനും 16% എത്തി LOB സ്റ്റാർട്ട് ചെയ്യും. അത് അപ്ലൈൻ 16% മാത്രം നിന്നാൽ തന്നെ സ്റ്റാർട്ട് ചെയ്യും. 16%. അങ്ങനെയല്ല രാജേഷ്. LOB എന്ന് പറഞ്ഞാൽ എങ്ങനെയാ വെച്ചാൽ, അതിന്റെ ഉദാഹരണം പറയാൻ വെച്ചാൽ, രാജേഷ് ചേട്ടൻ്റെ അപ്ലൈൻ രജനിയാണ് അല്ലേ? രജനിയാണ് രാജേഷ് ചേട്ടൻ്റെ അപ്ലൈൻ. രാജേഷ് ചേട്ടൻ്റെ ലഗ്ഗിൽ വരുന്ന PV, രാജേഷ് ചേട്ടൻ ബ്രോൺസ് ആവുകയും ആ ടീമിൽ നിന്ന് മൊത്തത്തിൽ രാജേഷ് ചേട്ടൻ്റെ മൊത്തം ടീമിൽ നിന്ന് 5625 PV വരുമ്പോഴാണ് രജനിക്ക് LOB വരുന്നത്. മനസ്സിലാവുന്നുണ്ടോ? രാജേഷ് ചേട്ടൻ്റെ ലഗ്ഗിൽ നിന്ന് 5625 PV എല്ലാ മാസം വരുമ്പോൾ എല്ലാ മാസം LOB കിട്ടും. അല്ലെങ്കിൽ ഈ മാസം മാത്രമേ ഉള്ളെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് LOB കിട്ടും. അടുത്ത മാസം അഥവാ 5625 ഇല്ലെങ്കിൽ LOB ഉണ്ടാവില്ല, ബാക്കിയെല്ലാം വരുമാനം കിട്ടും. ഇതില് എല്ലാ ഇൻകം, ഇതിലുള്ള 9 തരം വരുമാനമുണ്ട് അല്ലെ? 9 തരം വരുമാനത്തിൽ കാർ ഫണ്ട്, ഹൗസ് ഫണ്ട്, ട്രാവൽ ഫണ്ട്, എല്ലാ ഫണ്ടും കൂടെ കൂട്ടിയാൽ പോലും LOBനപ്പുറം എത്തൂല. മനസ്സിലാവുന്നുണ്ട്? ഓരോ പെർസെൻറ്റേജ് ഉണ്ട്, 0.33, 0.47 എല്ലാം ഉണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ടോട്ടൽ കൂട്ടിക്കഴിഞ്ഞാൽ പോലും LOB എന്ന് പറഞ്ഞാൽ 2.48 വരെ പെർസെൻറ്റേജ് വരുന്നുണ്ടായിരുന്നു നമ്മൾ ചെയ്യുന്ന ബിസിനസ്സിൽ. അപ്പോൾ ഏറ്റവും വലിയ ഇൻകമാണ് LOB. അത് വാങ്ങിക്കുന്ന വ്യക്തിയാണ് ഭീമ മേഡം. അതുകൊണ്ടാണ് അവരുടെ വരുമാനം 30-35 കിടക്കുന്നത്. LOB വരുമ്പോഴാണ് വരുമാനം കൂടുതൽ കേട്ടോ. അതുകൊണ്ടാണ് ഇത് എങ്ങനെയാണ് LOB ക്രിയേഷൻ ചെയ്യുന്നുള്ളത് ഞാൻ അതിനെ കൂടി ചെറുതായിട്ട് പറഞ്ഞുതരാം. നമ്മളെ കൂടെയുള്ള നമ്മളെ ജോയിൻ ചെയ്ത വ്യക്തിയെ, ഇപ്പോൾ രാജേഷ് ചേട്ടനെ ബ്രോൺസ് ഡയറക്ടർ ആക്കാൻ വേണ്ടി വിനോദ് സാർ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ? രാജേഷ് ചേട്ടൻ്റെ കൂടെ വന്നിരിക്കുന്ന വ്യക്തിയും ബ്രോൺസ് ഡയറക്ടർ ആകാൻ വേണ്ടി വർക്ക് ചെയ്യണം. അവരുടെ കൂടെ ആരും വന്നു കഴിഞ്ഞാലും അതിനു വേണ്ടി വിനോദ് സാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, ഞാനും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും, മനോജ് സാറും സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നിങ്ങൾ ബ്രോൺസ് ഡയറക്ടർ ആകും, നിങ്ങൾ താഴെ ഒരു ബ്രോൺസ് വരുന്നു, അതിൻ്റെ താഴെ ഒരു ബ്രോൺസ് വരുമ്പോൾ രാജേഷ് ചേട്ടൻ അതിൻ്റെ PV കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാൽ മതി. താഴത്തെ ബ്രോൺസിൽ 2000 ഉണ്ടാവും, അതിൻ്റെ മേലുള്ള വ്യക്തി ബ്രോൺസ് ആവില്ല, അപ്പോൾ സിൽവർ ആവുന്നുണ്ടാവും. അവിടെ 1800 PV സൈഡ് ബോൾ ഉണ്ടാവും. രാജേഷ് ചേട്ടനും സിൽവർ ആവുന്നുണ്ടാവും, 1800 സൈഡ് ബോൾ ഉണ്ടാവും. ഏകദേശം 5600 PV കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ അപ്ലൈനായ രജനിക്കാട് അവർ അതിൻ്റെ സൈഡ് ബോളിംഗ് ടീം ഉണ്ടെങ്കിൽ അവർക്ക് LOB സ്റ്റാർട്ടായി, 30,000 വരുമാനമായി. പക്ഷേ അവർ നിങ്ങളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് വീട്ടിലിരിക്കുകയാണെങ്കിൽ
ഒരു 5 പൈസ പോലും അവർ കിട്ടൂല. അവരതിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം രാജേഷേട്ടൻ ടെൻഷൻ അടിക്കേണ്ട. അവർ വർക്ക് ചെയ്താൽ മാത്രമേ ആ വരുമാനം കിട്ടുള്ളൂ. അവരതിലുണ്ടെങ്കിൽ, അവരുടെ സിസ്റ്റത്തിലുണ്ടെങ്കിൽ, അവർ സൈഡിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ വരുമാനം കിട്ടൂ. ഇല്ലെങ്കിൽ കിട്ടൂല, 5 പൈസ കിട്ടൂല കേട്ടോ. അവർ സൈഡിൽ അവർ സ്വന്തമായിട്ടൊന്നും പർച്ചേസ് ചെയ്തെങ്കിൽ ആ പർച്ചേസ് ചെയ്തതിൽ 400 രൂപ കിട്ടും, അതിനപ്പുറം ഒന്നും കിട്ടില്ല. പക്ഷെ അവർ ടീം സൈഡിൽ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ 30,000 35,000 അവർക്ക് വാങ്ങിക്കാൻ സാധിക്കും. പല ആൾക്കാരുടെ വിഷമം എന്ന് വെച്ചാൽ, ഞാൻ പണിയെടുക്കുന്ന സമയത്ത് അയാൾ ഒന്നും പണിയെടുക്കുന്നില്ല, എന്നോട് സഹായം പോലും സപ്പോർട്ട് പോലും ചെയ്യുന്നില്ല, അയാൾക്ക് വരുമാനം കിട്ടും ചിന്തിക്കേണ്ട, അവർ കിട്ടുകയില്ല. കാരണം അവർ ഈ ബിസിനസ്സിലുണ്ടെങ്കിൽ, അവർ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവർ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നെങ്കിൽ, സിസ്റ്റമായിട്ട് കണക്ട് ആണെങ്കിൽ മാത്രമേ അവർക്ക് വരുമാനം കിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഒരാൾ പോലും ചിന്തിക്കേണ്ട ഞാൻ പണിയെടുക്കുന്നു, അയാൾ മീറ്റിങ്ങിന് പോലും കയറുന്നില്ല, അയാൾ ഒരു സപ്പോർട്ടും ചെയ്യുന്നില്ല, അയാൾക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. അയാൾ പറയൂ. ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. നോമ്പായതുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കുഴപ്പമില്ല, നോമ്പായതുകൊണ്ട് മീറ്റിംഗിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഞാൻ ആ മുനീറാണ്. മനസ്സിലായി. നമുക്ക് നോമ്പ് കഴിഞ്ഞിട്ട് ഉഷാറാക്കാം, പണിയെടുക്കാം. ഓ ഞാൻ ഇന്ന് മീറ്റിംഗിലൊന്ന് അറ്റൻഡ് ചെയ്താണ്. ഓക്കെ. നോമ്പ് കഴിഞ്ഞ ശേഷം നമുക്ക് ഉഷാറാക്കാം. നമ്മൾ അത്തോളിൽ ഒന്നും കൂടെ ഉഷാറാക്കി വരുന്നുണ്ട് അവിടെ. ശരി. ഈ ഇൻകം ലെവലിൽ വേറെ ആർക്കും സംശയമുണ്ടോ? ഇപ്പം രാജേഷ് ചേട്ടൻ LOB ചോദിച്ചതിൽ വേറെ ആർക്കും എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? പഴയ ആൾക്കാർക്കും ചോദിക്കാം, സീനിയർ ആൾക്കും ചോദിക്കട്ടോ. ഈ LOB എന്ന് പറഞ്ഞാൽ വലിയ ഇൻകമാണ്, ചോദിച്ചോളൂ. ഇവിടെ സംശയം ചോദിക്കുന്ന ആൾ അൺമ്യൂട്ടാക്കൂട്ടോ, ബാക്കിയുള്ള ആൾ മ്യൂട്ടാക്കി വെക്കും. ആർക്കെങ്കിലും വരണ്ട? എല്ലാവർക്കും ക്ലിയർ ആണോ? ഈ പറഞ്ഞ എല്ലാം ഡൗട്ട് ക്ലിയർ ആണോ എല്ലാവർക്കും? ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്, അതുകൊണ്ട് കുടുങ്ങിയ. ഹലോ പറയൂ. കേക്കാമോ? കേക്കാം. LOVയിലേക്ക് എത്താൻ വേണ്ടി ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അബൂട്ടിക്ക ഏകദേശം പുതിയൊരാളായത് കൊണ്ട് തന്നെ ഇപ്പൊ LOBനെ കുറിച്ച് ചിന്തിക്കണ്ട, 8% ആവാൻ വേണ്ടി ചിന്തിക്കുക. നമ്മളിപ്പം അബൂട്ടിക്ക ഒരു ഡോക്ടർ ആവാൻ വേണ്ടി പോവാണ് അല്ലെ? ഞാൻ അബൂട്ടിക്ക ഒരു അംഗനവാടി സ്റ്റുഡന്റ് ആക്കി മാറ്റാൻ പോകും, അംഗനവാടിയിൽ ചേർക്കാൻ പോകുന്ന അബൂട്ടിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞ ശ്രദ്ധിച്ചു കേൾക്കാം. അബൂട്ടിക്ക ഇന്ന് അംഗനവാടിയിൽ ചേർക്കാൻ പോകണം. അബൂട്ടിക്ക ചെറിയ പ്രായമായിട്ട് 3.5 വയസ്സായിട്ടുള്ളൂ. അബൂട്ടിക്കാണ് ഞാൻ അംഗനവാടി ചേർക്കാൻ പോവാണ്. പക്ഷെ അബൂട്ടിക്ക വലുതായിട്ടുമ്പോൾ ഡോക്ടർ ആവാനാ പോകുന്നത്, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ചേർക്കുന്നത്. പക്ഷെ അവിടെ ഓപ്പറേഷൻ എങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു തന്നു കഴിഞ്ഞാൽ അബൂട്ടിക്ക ചെറിയ കുഞ്ഞായതുകൊണ്ട് വികൃതി കാണിക്കും. അതുകൊണ്ട് ഇപ്പൊ ഞാൻ LOB പറയുന്നില്ല. ഇപ്പൊ അബൂട്ടിക്ക ചെയ്യേണ്ടത് 1ാം ക്ലാസ്സിലേക്ക് എങ്ങനെ പോകാൻ പറ്റും, 8% എങ്ങനെ ആവാൻ പറ്റും, അതാണ് ആദ്യം ചിന്തിക്കേണ്ടത്. 8% ആവാൻ അബൂട്ടിക്കന്റെ PV ഈ ഒരു മാർച്ച് മാസം ടോട്ടൽ PV 300 PV ആയി കഴിഞ്ഞാൽ അബൂട്ടിക്ക 8% ആവും. ഒന്നിക്ക് സ്വന്തം പർച്ചേസിച്ച് അല്ലെങ്കിൽ ടീമിലുള്ള എല്ലാവരും നിങ്ങളെല്ലാം കൂടി ചേർന്നിട്ട് 300 PV ഈ മാസം ചെയ്യുകയാണെങ്കിൽ 8% മാറും. അഥവാ ഈ മാസം ആയിട്ടില്ല അല്ലെങ്കിൽ അടുത്ത മാസം കൂടി ചേർന്നിട്ട് 600 PV ആവുന്ന സമയത്ത് നിങ്ങൾക്ക് 8% ആവാൻ പറ്റും. ഓക്കെ, അത് 600 PV 8% ആയി കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു നിൽക്കുക, ഞാൻ ഫുള്ള് പറയട്ടെ. 2400 PV ആവുമ്പോൾ ടോട്ടൽ PV ഈ മാസത്തതും അടുത്ത മാസത്തതും അതിന്റെ അപ്പുറത്തെ മാസത്തെ ഒക്കെ ചേർന്നിട്ട് 2400 ആവുമ്പോൾ 12% ആവും. ശ്രദ്ധിക്കാം, 12% ആയി കഴിഞ്ഞാൽ പിന്നെ എപ്പോഴാണോ 5500 പോയിന്റ് ആവും, നിങ്ങളുടെ എല്ലാ ടീമും കൂടെ ചേർന്നിട്ട് 5500 ആവുമ്പോൾ 16% ആവും. 5500 ആവുമ്പോൾ 16% ആവും. പക്ഷേ അവിടെ ബ്രോൺസ് സെക്ടറിൽ പിന്നെ ആവണമെങ്കിൽ ഏത് മാസമാണോ നിങ്ങൾ ബ്രോൺസ് ആവുന്നത് ആ മാസം നിങ്ങളുടെ വോളിയം 2000 PV ഉണ്ടായിരിക്കണം മിനിമം. ഏത് മാസമാണോ അബൂട്ടിക്ക ബ്രോൺസ് സെക്ടർ ആവുന്നത് ആ മാസത്തെ PV. ഇപ്പോൾ ജൂലൈ മാസമാണോ അബൂട്ടിക്ക 5500 PV ആവുന്നുണ്ടാവുക ഉദാഹരണത്തിന്, ആ മാസം അബൂട്ടിക്കന്റെ ആ മാസത്തെ PV 2000 ഉണ്ടെങ്കിൽ 5500 ആയിട്ടുണ്ടെങ്കിൽ ബ്രോൺസ് സെക്ടർ ആവുന്നുണ്ടോ കേട്ടോ. ഇപ്പൊ രാജേഷ് ചേട്ടൻ ഓൾറെഡി 16% ആയ വ്യക്തിയാണ്, ഡയറക്ടർ ആയിട്ടില്ല എന്നേ ഉള്ളൂ. ബ്രോൺസ് സെക്ടർ ആയിട്ടില്ല, 16% ആയിട്ടുണ്ട്. കാരണം അദ്ദേഹത്തിന് ആ 2000 PV തികക്കാൻ ആവാത്തത് കൊണ്ടാണ് ബ്രോൺസ് സെക്ടർ ആവാത്തത്. പക്ഷെ എന്നാണ് രാജേഷ് ചേട്ടൻ 2000 PV തികയ്ക്കുന്നത് അന്ന് ബ്രോൺസ് സെക്ടറിന് പിൻ ലെവൽ കിട്ടും. പക്ഷെ ആയിട്ടില്ലെങ്കിലും നിങ്ങൾ ചെയ്യുന്ന എല്ലാത്തിൻ്റെയും 16% നമ്മളിലേക്ക് വരുന്നുണ്ടാവും. വരുമാനത്തിന് കുറവൊന്നും ഉണ്ടാവില്ല. പക്ഷെ ആ പേര് ബ്രോൺസ് സെലക്ടർ എന്ന പേര് നമുക്ക് റെക്കഗ്നേഷൻ അവിടെ കിട്ടില്ല എന്നേ ഉള്ളൂ.
പിന്നെ അവിടെ വേറെ ശ്രദ്ധിക്കേണ്ടത്, രാജേഷ് ചേട്ടൻ ശ്രദ്ധിക്കേണ്ടത്, രാജേഷ് ചേട്ടൻ ഒരു പേടിയൊന്നും വേണ്ട. പക്ഷെ രാജേഷ് ചേട്ടൻ്റെ ടീമിൽ ഒരാൾ 16% ആകുന്നത് വരെ നിങ്ങൾ പേടിക്കണ്ട. നിങ്ങളുടെ താഴെ ഒരു 16% വന്നു കഴിഞ്ഞാൽ അതുവരെ നിങ്ങൾ ബ്രോൺസ് ആയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങൾ ബ്രോൺസ് ആവണമെങ്കിൽ വേറെ പുതിയ ലെഗിൽ വരണം. ശ്രദ്ധിക്കുക, അത് ചിലപ്പോൾ എല്ലാവർക്കും അറിഞ്ഞെന്ന് വരില്ല. നിങ്ങളുടെ ഒരു ലെഗിൽ, ഉദാഹരണം ശ്രീജയോട് പറയാം, ശ്രീജ 12% കഴിഞ്ഞ് ബ്രോൺസ് സെലക്ടറിൻ്റെ വക്കിലേക്ക് പോകുന്ന ആളാണ്. 16% ആയ വ്യക്തിയാണ്, ആവാൻ പോകുന്ന വ്യക്തിയാണ്. ശ്രീജയുടെ ഏതെങ്കിലും മെയിൻ ലെഗിൽ 12% കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പതുക്കെ അവർ 16% എത്തുവാണെങ്കിൽ പിന്നെ ശ്രീജക്ക് ആ ലെഗിൽ നിന്ന് വരുന്ന വോളിയം കൂട്ടൂല. ബ്രോൺസ് സെലക്ടർ ആവുകൊണ്ട് വേറെ ലെഗിൽ വോളിയം വേണം. ഉദാഹരണം കേട്ടോ, ശ്രീജേൻ്റെ എല്ലാം പറഞ്ഞത് ഉദാഹരണം പറയണം. അപ്പം എല്ലാവരും അത് ശ്രദ്ധിക്കുക. അതിനെക്കുറിച്ച് മനസ്സിലാവാത്ത ആൾക്കാരുടെ എനിക്കിപ്പോൾ ഞാൻ ക്ലാരിറ്റി തരാൻ പറ്റും, പറഞ്ഞാൽ മതി. നിങ്ങളുടെ ഏതെങ്കിലും ലെഗ് നിങ്ങൾ ബ്രോൺസ് സെലക്ടർ ആവാതെ നിൽക്കുകയാണ്, നിങ്ങളുടെ താഴെ വ്യക്തി ഒരു ലെഗിൽ നിന്ന് മാത്രം വോളിയം വന്നതാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരും 16% ആവുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലെഗിൽ നിന്ന് വരേണ്ടി വരും ബ്രോൺസ് ആവണമെങ്കിൽ, പിന്നെ വരാൻ വേണ്ടി. പക്ഷേ നിങ്ങൾ 16% ഉണ്ടാവും. നിങ്ങൾ മറ്റുള്ള ടീമിൽ വർക്ക് ചെയ്യുന്നതിൻ്റെ വോളിയം 16% നിങ്ങൾക്ക് വരുന്നുണ്ടാവും. പക്ഷേ ആ ഒരു പിൻ ലെവൽ അച്ചീവ് ചെയ്യണമെങ്കിൽ നിങ്ങൾ മറ്റുള്ള ലെഗിൽ വരേണ്ടി വരും. അതുകൊണ്ട് എപ്പോഴും ഇതിൽ സിസ്റ്റമാറ്റിക് പറഞ്ഞത്, സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ ഒരു 6 ടീമെങ്കിലും കിട്ടുവാണെങ്കിൽ, 6 കിട്ടിയില്ലെങ്കിൽ ഒരു 3 പേരെങ്കിലും കിട്ടുവാണെങ്കിൽ അവരെ സീരിയസ് ആക്കാൻ വേണ്ടി വർക്ക് ചെയ്യാം. പല ആൾക്കാരുടെ പ്രശ്നം എന്താ പറയുക, 10-16 ലെഗുകൾ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കും. ആദ്യം ജോയിൻ ചെയ്താൽ ഒരു മാസം മീറ്റിംഗ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾ പുതിയ കുറേ ജോയിനിങ് ആക്കിയിട്ടുണ്ടാവും. അപ്പോഴേക്കും ഇയാൾ പോയിട്ടുണ്ടാവും. പിന്നെ ഒരാൾ 2 മാസം അറ്റൻഡ് ചെയ്യും. ലാസ്റ്റ് ഏറ്റവും അവസാനത്തെ പിറകെ പോകുമ്പോൾ ഇവരെല്ലാം നിർത്തിപ്പോയിട്ടുണ്ടാവും, ആരും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ പല ആൾക്കാർക്കും ഞാൻ പറഞ്ഞു കൊടുക്കുന്നതെന്ന് വെച്ചാൽ, ഒരു 3 പേരെങ്കിലും ബിസിനസ് കണക്റ്റ് ആയി കഴിഞ്ഞാൽ ആ 3 പേര് ബിസിനസ്സിൽ ഉണ്ടോ, മീറ്റിംഗ് അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാനും അവരെ ഒരു പിടിച്ചു നിർത്തിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് അഥവാ ഒരു ജോയിനിങ് ഉണ്ടെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്ത് കൊടുത്തിട്ട് അവരെ പിടിച്ചു നിർത്തുക. അപ്പോൾ അവർ പതുക്കെ മുന്നോട്ട് പോകുന്നുണ്ടാവും. അവർ കുറച്ചൊരു ലെവലിൽ കയറി പോകുന്ന സമയത്ത് നിങ്ങൾ അടുത്ത ടീമിനെ കൊണ്ടുവരാൻ ശ്രമിക്കണം. കാരണം കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉത്തരവാദിത്തം കൂടുന്ന സമയത്ത് നിങ്ങൾക്ക് ജോയിനിങ് ആക്കാൻ പറ്റില്ല. എനിക്ക് എൻ്റെ 6 ലെഗ് ഓപ്പൺ ആയ സമയത്ത് 7-ാമത്തെ 8-ാമത്തെ ലെഗ് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. കാരണം എനിക്ക് ഓവർ ലോഡ് ആയതുകൊണ്ട് ഒരാളെ പറ്റുന്നില്ല. ഇപ്പോൾ ഈ നോയമ്പ് മാസം ആയതുകൊണ്ട് കുറേ ആൾക്കാർ ബിസി ആയതുകൊണ്ട് ഭീമിയം തന്നെ ഇപ്പോൾ ബുദ്ധിമുട്ടിക്കലേ ഇല്ല. അതുകൊണ്ട് കുറച്ച് ഫ്രീ ആയി. പല ആൾക്കാരും നോയമ്പിൻ്റെ ബിസി ആയതുകൊണ്ട് എന്നെ ബുദ്ധിമുട്ടിൽ കുറവായതുകൊണ്ട് ഞാൻ കുറേ റിലാക്സ് ആയി. 5 മണിക്ക് 7 മണിക്ക് പ്ലാൻ ഇല്ലാണ്ട് കുറച്ചും കൂടി റിലാക്സ് ആയി. ഞാൻ ആ ഗ്യാപ്പിൽ ഈ ഒരു മാസം, നോയമ്പ് മാസം പുണ്യമാസമായതുകൊണ്ട് കണ്ടുകൊണ്ട് തന്നെ ഞാനത് എൻ്റെ ഒരു പുണ്യമാസമാക്കി എടുത്തുകൊണ്ട് എൻ്റെ ഒരു ടീം ഡെവലപ്പ് 7-ാമത്തെ 8-ാമത്തെ ടീം ഡെവലപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ വർക്ക് ചെയ്യുക, അത്രത്തോളം ഇത് ശ്രമിക്കുക. പല ആൾക്കാരെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ മൈൻഡ് ഇടയ്ക്കിടയ്ക്കേ ഡൗൺ ആയി പോവാണ്. ആരുടെങ്കിലും വാക്കുകളിൽ നമ്മൾ ഡൗൺ ആയി പോവാണ്. നിങ്ങൾ ഒരൊറ്റ തീരുമാനം മാറ്റാതിരിക്കണം. ആദ്യം എടുത്ത തീരുമാനം ഇതിൽ വിജയിക്കുക എന്നുള്ളത്. ആ തീരുമാനം മാറ്റാതിരുന്നു കഴിഞ്ഞാൽ ആരെന്ത് കളിയാക്കി കഴിഞ്ഞാലും തിരിച്ച് പറയാൻ പറ്റണം, നീ ചെയ്യേണ്ടടോ എന്ന് പറയാൻ പറ്റണം. നീ ചെയ്യേണ്ട വേണ്ടെങ്കിൽ വിട്ടേക്ക് എന്ന ലെവലിൽ നമുക്ക് തൻ്റെ അടുത്തോടെ പറയാൻ പറ്റുമെങ്കിൽ അവർക്ക് മനസ്സിലാവും നിങ്ങൾ സീരിയസ് ആണ്. എന്തുകൊണ്ടാണ് അറിയോ, നമ്മുടെ മൈൻഡിൽ, പല ആൾക്കാരുടെ മൈൻഡിൽ ഈ ആൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് വരുമാനം ഉണ്ടാക്കാവുന്ന ചിന്ത ഉള്ളത് കൊണ്ടാണ് ഈ പ്രശ്നം വരുന്നത്. നിങ്ങൾ തിരിച്ച് അങ്ങോട്ട് ചിന്തിച്ച് നോക്കട്ടെ, അയാൾ നിങ്ങളോട് ജോയിൻ ചെയ്യുകയാണെങ്കിൽ അവന് എൻ്റെ കൂടെ നിന്നാൽ രക്ഷപ്പെടാൻ പറ്റും എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ മതി. ആ ലെവലിലാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. ഈ പറഞ്ഞതിൽ വേറെ എന്തെങ്കിലും ക്ലാരിറ്റി വേണമായിരിക്കുമല്ലോ. വരുമാനത്തിൻ്റെ കാര്യത്തിൽ, LOB കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി വേണോ? ഒരു ഹാർഡ് ട്രെയിനിങ് മുലായിപ്പോയോ? ഇന്നത്തെ മീറ്റിംഗ് സുഖമില്ല സാറേ, ഒരു മോട്ടിവേഷൻ ഇല്ല, ഒരു ഉഷാറില്ല. ഇയാൾ എപ്പോഴും മോട്ടിവേഷൻ ഇന്ന് എന്തെല്ലോ പറഞ്ഞ് ബുദ്ധിമുട്ടായോ? ഇന്നത്തെ മീറ്റിംഗ് ഒരു ഉഷാറില്ലല്ലേ? വേറെ എന്തെങ്കിലും വരണോ? ചോദിച്ചോളൂ. രാജേഷേട്ടൻ ചോദിച്ച പോലെ രാജേഷേട്ടൻ വേണമെങ്കിൽ ചോദിക്കും, വേറെ ആയിരിക്കും എന്ത് വരണോ? ഒരാൾക്കൊന്നും ചോദിക്കണ്ട. ഒരാൾക്കില്ല. പ്രൊഡക്റ്റിനെ കുറിച്ചുണ്ടോ?
സപ്ലിമെന്ററിനെ കുറിച്ച് ഒന്ന് ചോദിക്കാണ്ടോ? ഒരു 5 മിനിറ്റ് ഇല്ലെങ്കിൽ ഓക്കെ. ഇനി സാധനം വാങ്ങിയില്ലെങ്കിൽ പ്രൊഡക്റ്റ് വാങ്ങിയില്ലെങ്കിൽ പിന്നെ ID കട്ടായി പോവോ? ഒരു പ്രാവശ്യം വാങ്ങിച്ചാൽ പിന്നെ കട്ടാവില്ല. ഒരു പ്രാവശ്യം വാങ്ങിയ കട്ടാവൂലല്ലേ? ഇല്ല, അല്ലെങ്കിൽ 35 ദിവസം കൊണ്ട് ID കട്ടാവും. ഓക്കെ സാറേ. അപ്പോ ഞാനിപ്പോ എന്റെ ഇതിപ്പോ ID കട്ടായി ഉണ്ടാവില്ലല്ലോ? ഇല്ല ഇല്ല, അപ്പൊ ഞാന് പിന്നെ 2-3 ദിവസത്തിനുള്ളിൽ വാങ്ങിയാല് ID കണ്ടിന്യൂ ആയിട്ട് പോകൂലേ? കണ്ടിന്യൂ ആയിട്ട് പോകും. ഓക്കെ ഓക്കെ, താങ്ക് യു. കാരണം 35 ദിവസം വരെ കമ്പനി കൊടുക്കുന്നത് ഒരു വ്യക്തിക്ക് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാനും അറിയാനുള്ള സമയമാണ് 35 ദിവസം. അതുവരെ ആ വ്യക്തിക്ക് കമ്പനിയെ കുറിച്ച് മനസ്സിലാക്കാൻ സമയം കിട്ടാതെ നടക്കണം, പിന്നെ വന്നിട്ട് കാര്യമല്ലോ. അപ്പോൾ ആ കമ്പനി അവരെ ടെർമിനേഷൻ ചെയ്യും. ഓക്കെ, താങ്ക് പിന്നെ യു. ആ ആധാർ വെച്ച് നമുക്ക് എടുക്കാൻ കുറച്ച് ഡിഫിക്കൽറ്റിയാണ്. പിന്നെ വീണ്ടും കമ്പനിക്ക് മെയിൽ അയച്ച് റിക്വസ്റ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ. അതാണ് നമ്മളെ പല ആൾക്കാർ പറയാൻ, നിങ്ങൾ ID കട്ടായി പോകും, അതൊന്ന് ആക്റ്റീവ് ആക്കി പർച്ചേസ് ചെയ്യുമെന്ന് പറയാനുള്ളൂ. അപ്പോൾ ആൾക്കാരായിരിക്കും പർച്ചേസ് ചെയ്ത് ഇയാൾക്ക് എന്തോ ഗുണമുണ്ടാകുന്ന ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ. അത് ID കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ഓക്കെ, താങ്ക് യു. നല്ല ചോദ്യമാണ്. വേറെ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ചോദിച്ചോ. എന്തെങ്കിലും ഒരു അറിയാത്ത കാര്യം നിങ്ങളുടെ ഒരു ഡൗൺലൈൻസ് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഡൗൺലൈൻസ് ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ അത് ചോദിക്കാം. അങ്ങനെയാണ് നമ്മളിത് പഠിക്കൽ. ഫ്രീ പ്രൊഡക്റ്റിൻ്റെ വൗച്ചറിൻ്റെ അകത്ത് ഡേറ്റ് ഉണ്ടാവും, എക്സ്പയറി ഡേറ്റ് ഉണ്ടാവും ആദർശമായി. ഓക്കെ, നമുക്ക് വൗച്ചർ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് എക്സ്പയറി ഡേറ്റ് കൊടുത്തിട്ടുണ്ടാവും. അത് 1 വർഷം വരെ കിട്ടും മിക്കവാറും. അതും 1 വർഷമായിട്ട് നിങ്ങൾ വാങ്ങിച്ചില്ലെങ്കിൽ അവിടെ റിന്യൂ എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും. അത് എക്സ്പയറി ആവുന്ന സമയത്ത് റിന്യൂ എന്ന ഓപ്ഷൻ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്താൽ മതി. കുറച്ച് ദിവസം കൂടെ വീണ്ടും കിട്ടും, പിന്നെ 1 മാസം കിട്ടും കേട്ടോ. എന്ന് വെച്ചാൽ റിന്യൂ ക്ലിക്ക് ചെയ്തിട്ട് വീണ്ടും 1 വർഷം കാത്തു നിൽക്കരുത്, അത് 1 മാസം ഉണ്ടാവുള്ളൂ. നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 1 വർഷം വരെ ഒന്നും വെക്കണ്ട, നമുക്ക് അതിന് മുന്നേ അത് വാങ്ങിച്ചെടുക്കാം. പരമാവധി കൺസിസ്റ്റൻസിയുടെ ഫ്രീ പ്രൊഡക്റ്റ് കുക്കിംഗ് ഓയിൽ വാങ്ങിക്കാൻ നോക്കട്ടോ. കുക്കിംഗ് ഓയിലും സോപ്പൊക്കെ വാങ്ങിക്കുക. കാരണം ഏറ്റവും PV കുറഞ്ഞ സാധനമാണ് കുക്കിംഗ് ഓയിലും സോപ്പും. അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ മറ്റുള്ള പർച്ചേസിങ്ങിൽ ആ സോപ്പും കുക്കിംഗ് ഓയിൽ ഒഴിവാക്കാൻ പറ്റും. ഈ കാര്യം എല്ലാവർക്കും അറിയില്ലല്ലേ? PV കുറഞ്ഞ സാധനമാണ് കുക്കിംഗ് ഓയിലും സോപ്പും. അപ്പോൾ ഈ കൺസിസ്റ്റൻസിയുടെ 2515 വൗച്ചർ വരുന്ന സമയത്ത് മാക്സിമം കുക്കിംഗ് ഓയിലും എടുക്കാൻ പറ്റും നോക്കാം. അങ്ങനെ ആകുമ്പോൾ ഒരു 4 ബോട്ടിലൊക്കെ എടുത്തു കഴിഞ്ഞാൽ 8 ലിറ്റർ കുക്കിംഗ് ഓയിൽ 2-3 മാസത്തേക്ക് വേറെ ഒന്നും വാങ്ങിക്കേണ്ട, ആരോഗ്യം മെച്ചപ്പെടും. അതിന് വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻസിക്കാരായി മാറാൻ ശ്രമിക്കുക. 3 ദിവസം ബാക്കിയുണ്ട്. ആരെങ്കിലും ഇതിൽ കൺസിസ്റ്റൻസി ചെയ്യാത്ത ആൾക്കാരുണ്ടെങ്കിൽ അത് ചെയ്യുക സുഹൃത്തുക്കൾ. അത് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ബിസിനസ് ഗ്രോ ചെയ്യുള്ളൂ. നിങ്ങളുടെ കയ്യിൽ പ്രൊഡക്റ്റുകൾ കുറേ വരുന്നുണ്ടോ? സാറേ, വാങ്ങിയ സാധനം എക്സ്ചേഞ്ച് ആക്കി എടുക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല, വാങ്ങിയ സാധനം എക്സ്ചേഞ്ച് ആക്കാൻ പറ്റില്ല. അത് നിങ്ങൾക്ക് ആരെങ്കിലും അത് വേണ്ടുന്ന വേറെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടീമിൽ ആരെങ്കിലും അവർ കൊടുക്കാനേ പറ്റും. ഈ 8% ആയിട്ട് നമുക്ക് വൗച്ചറും പൈസയും കിട്ടുന്നില്ല. എനക്കൊരു 433 രൂപയും വന്നിന്. അപ്പൊ അത് നമുക്ക് ഈ മാസം തന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? ആ വൗച്ചറും ആ പൈസയും? ഇത് അന്ന് നിങ്ങൾ പേരെന്ന് പറയാമോ? അതൊക്കെ പറഞ്ഞുതരാം. എന്റെ പേര് മുനീറ. നമ്മളെ കണ്ണമ്പലത്തല്ലേ? ആ, നിങ്ങൾക്ക് 432 രൂപയുടെ വൗച്ചർ വന്നിട്ടുണ്ടാവും. ഓക്കെ, അത് അല്ല, വാങ്ങിക്കുന്ന സമയത്ത് ആ വൗച്ചർ നമ്മൾ 433 വേറെ വന്നിന്. 750 വൗച്ചർ, പിന്നെ 433 റുപ്യയും. അത് അക്കൗണ്ട് നമ്പർ കൊടുത്തില്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് വരും. അക്കൗണ്ട് കൊടുത്തില്ലെങ്കിൽ ആ പ്രൊഡക്റ്റിന്റെ അത് വൗച്ചറായി വരും. അപ്പൊ സാധനം വാങ്ങിക്കുമ്പോൾ ഈ വൗച്ചർ കൊടുത്തു കഴിഞ്ഞാൽ അത്രയും പൈസ കുറച്ച് കൊടുത്താൽ മതി. അതല്ല, ഇത് 5 മാസത്തിൽ 4 മാസം കഴിഞ്ഞ് 5-ാമത്തെ മാസം കിട്ടുന്നതിൽ കിട്ടുന്നില്ല. അല്ല, ഇത് മാസം മാസം തന്നെ എടുക്കാൻ പറ്റുമോ? ഈ നിങ്ങൾ 300 PV ചെയ്യുന്ന ആളാണെങ്കിൽ എല്ലാ മാസം കിട്ടും. കിട്ടും. ഇപ്പൊ മുനീറ കഴിഞ്ഞ മാസം 300 ചെയ്തപ്പോൾ ഇപ്രാവശ്യം ആ എമൗണ്ട് വന്നു. ഇപ്രാവശ്യം 300 ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. ഇനി നിങ്ങൾക്ക് വേറെ പുതിയൊരു ജോയിനിങ് ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തും ചെറിയ പൈസ കിട്ടും. 432 കൂടും കേട്ടോ. മുനീറ കുറച്ച് കഴിയുമ്പോൾ 12% പോകുന്ന സമയത്ത് ആ 12% സമയത്ത് നിങ്ങൾ ഈ 300 PV മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ 432 അല്ല അതിനേക്കാളും കൂടും കേട്ടോ. ഈ 12% എത്ര പോയിന്റ് ആവണോ? 2400 പോയിന്റ് ആണ്. ഇപ്പൊ കഴിഞ്ഞ മാസത്തെ 300 ഉണ്ട്, ഈ മാസത്തെ 300 ഉണ്ടാവും. നിങ്ങൾ താഴെ ജോയിനിങ് ഉണ്ടെങ്കിൽ അവർ 300 ആണെങ്കിൽ ഒരു അടുത്ത ഈ മാസം തന്നെ വേണമെങ്കിൽ 12 പിടിക്കുക. അതിൽ ഫോക്കസ് ചെയ്യുക. 12% ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ അടുത്ത മാസം നിങ്ങൾക്ക് ഇതിനേക്കാളും വരുമാനം കിട്ടും. ഒരു 1500 മേലൊക്കെ വരുമാനം വരും. ഓക്കെ, പിന്നെ 16% പോകുമ്പോൾ ഒരു 5000 മേലെ വരുമാനം, അല്ലെങ്കിൽ 5000-10,000 വരുമാനം വാങ്ങിക്കാൻ പറ്റും കേട്ടോ.
അതിന് എപ്പോഴും നിങ്ങൾ മുനീറ ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റി കണ്ടിന്യൂ ചെയ്യുക, അത് സ്റ്റോപ്പ് ചെയ്യാതിരിക്കുക കേട്ടോ. ആ നല്ല രീതിയിൽ നിങ്ങൾ ഗ്രോത്ത് നല്ല ഗ്രോത്താണ്. ആ ഗ്രോത്തിനെ കളയാതെ ഒരു സ്ഥലത്തും ഡൗൺ ആവാതെ അത് ഒരേ ലെവലിൽ കൊണ്ടുപോകാൻ, കുറച്ചെങ്കിലും 1% ഗ്രോത്തിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ. കഴിഞ്ഞ മാസത്തെക്കാളും 1% മുന്നോട്ട് താവരുത്. ആ. വേറെ ആർക്കെങ്കിലും ഒന്ന് ചോദിക്കണം? നമ്മുടെ ഒഫീഷ്യലി നമ്മുടെ മീറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. 1.5 മണിക്കൂറായി, 1.5 മണിക്കൂർ ആവാൻ പോകുന്നു, 1.25 മണിക്കൂറായി, അല്ല 1.25 മണിക്കൂറായി. ആർക്കെങ്കിലും ലെഫ്റ്റ് ആവും, പക്ഷേ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കാനുള്ള സമയമാണ്. ആർക്ക് വേണമെങ്കിലും ചോദിക്കാം, കാരണം ഇങ്ങനെയുള്ള അവസരം നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുള്ളൂ. ചോദിക്കുന്നതിന് വിഷമിക്കണ്ട, നിങ്ങൾ എന്തിനാ പഠിക്കുന്നേ? അതന്നെ ഞാനാണ് ലതാകുമാരനാണ്. അതന്നെ അത് ഞാൻ എന്റെ ഐഡിയ രജിസ്റ്റർ ചെയ്തെന്ന് പറയുന്നത് ചോദിച്ചു. ഹലോ, ക്ലിയർ ആയിട്ടില്ല മാഡം. എന്റെ ഞാൻ ലതാകുമാരനാണ്. അപ്പൊ ഇന്ന് പർച്ചേസ് ചെയ്തപ്പോ അവര് പറഞ്ഞില്ലേ എന്റെ ഐഡി കട്ടായി എന്നുള്ളത് പറഞ്ഞല്ലോ, അതെന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ID കട്ടായി എന്നല്ല, KYC റിജക്ഷൻ ആയി. അപ്പൊ കഴിഞ്ഞ മാസം ഞാൻ കുറച്ച് അതില്ല, ചെയ്തില്ലായിരുന്നു. ആദ്യത്തെ പർച്ചേസിംഗിൽ KYC പ്രശ്നം ഉണ്ടെങ്കിൽ വിഷയമില്ല. ഓക്കെ, നിങ്ങൾ ആദ്യത്തെ KYC ചെയ്തപ്പോൾ കൊടുത്ത ആധാറിൻ്റെ അകത്ത് മേലത്തെ ബൾബിന്റെ ലൈറ്റ് അടിക്കുന്നുണ്ടായിരുന്നു, ഫോട്ടോ ക്ലിയർ അല്ലായിരുന്നു. ആ ക്ലാരിറ്റി ഇല്ലാതുകൊണ്ട് ആ KYC അപ്രൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. രണ്ടാമത് അയക്കുമ്പോൾ കമ്പനി അപ്രൂവ് ആക്കും കേട്ടോ. ആദ്യം കൊടുത്ത ആധാർ ഫോട്ടോ ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ടാണ് KYC വെയിറ്റിംഗ് പെൻഡിങ് എടുക്കണം. ഒരു പ്രാവശ്യം ആദ്യത്തെ പർച്ചേസിംഗ് കമ്പനി KYC പ്രോബ്ലം ഇല്ലാതെ കൊടുക്കും. രണ്ടാമത്തെ പർച്ചേസിംഗ് നിങ്ങളുടെ കമ്പനിയായിട്ട് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് അങ്ങനെ പെൻഡിങ്. അത് ശരിയാവും, നാളെ ശരിയാവും. ഞാൻ അന്നേരം കുറച്ച് അത് നാളത്തെ ശരിയാവും, പഠിക്കണം, അതൊന്നും വിഷയമല്ല. കുറിച്ച് അന്നേരം എനിക്ക് അവൻ ചോദിക്കാൻ പറ്റില്ല. അത് ശരിയായിക്കോളും, കുഴപ്പമില്ല. ഇത് എപ്പോഴും അറിയോ ലതാ മാഡം, നമ്മൾ ഇത് ഫസ്റ്റ് ജോയിൻ ചെയ്യുന്ന വ്യക്തി പുതിയൊരു വ്യക്തിക്ക് നമ്മളെ പരിചയമില്ലാത്ത വ്യക്തിയാണ്. അവരോട് ആധാറിന്റെ ഫോട്ടോ കറക്റ്റ് അയക്കാൻ പറഞ്ഞാലോ ഇതൊക്കെ ചോദിക്കുമ്പോൾ ആൾക്കാർ അത്ര അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ നിങ്ങൾ തന്ന ആധാർ വെച്ചിട്ടാണ് അവർ രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ ആ ഫോട്ടോയിൽ ക്ലാരിറ്റി ഇല്ലാതുകൊണ്ട് അത് പെൻഡിങ് ആയി. ചില ആൾക്കാർ ആധാറിൽ നമ്മളോട് പറയാണ്ട് തന്നെ അവരെന്നെ സബ്മിഷൻ ചെയ്യും. അപ്പോൾ ആധാറിൽ അഡ്രസ്സ് കൊടുക്കൂല. പല ആൾക്കാർ എന്താ അറിയോ, ആ ആധാറിൽ പഴയ വീട്ടിലുള്ള അഡ്രസ്സാണ്, ഇപ്പം ഞാൻ താമസിക്കുന്ന ആ വീട്ടിലല്ലാണ്ട് ആ താമസിക്കുന്ന വീട്ടിൽ അഡ്രസ്സ് കൊടുക്കും. അപ്പോൾ അഡ്രസ്സ് ടൈപ്പ് ചെയ്തത് വേറെയും കൊടുത്ത ഡോക്യുമെൻ്റിൽ അഡ്രസ്സ് വേറെയാണെങ്കിൽ അത് റിജക്ഷനാണ്. എപ്പോഴും നമ്മൾ പുതിയ ആൾക്കാർ, ഇതിലുള്ള എല്ലാ ആൾക്കാരും ശ്രദ്ധിക്കേണ്ടത്, ഒരു വ്യക്തിയെ ജോയിൻ ചെയ്യിപ്പിക്കുന്ന സമയത്ത് എല്ലാവരും ആധാർ തരാൻ പറയുന്നുണ്ടെങ്കിൽ ചോദിക്കാതിരിക്കുക മാക്സിമം. ആധാർ തരാൻ എല്ലാവർക്കും മടിയാണ്. പക്ഷെ അവരോട് പറയേണ്ടത് ആധാറിലുള്ള പേരായിരിക്കണം, കറക്റ്റ് പേരാണോ ചോദിച്ചിട്ട് 2 or 3 പ്രാവശ്യം ചോദിച്ച് കൺഫേം ആക്കുക. ആധാറിലെ പേരാണോ, ഇതെന്തുകൊണ്ടാണ് ചോദിക്കുന്നത് വെച്ചാൽ ഈ പേരിലാണ് നിങ്ങൾക്ക് ചെക്ക് വരിക, ഈ പേരുള്ള വ്യക്തിക്ക് മാത്രമേ ഇതിന് ഇൻകം വരുള്ളൂ എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും സത്യസന്ധമായിട്ട് കാര്യം പറയും. കാരണം വരുമാനം വരുന്ന കാര്യം പറയുമ്പം സത്യം തുറന്ന് പറയും അല്ലേ. അവരോട് പറയാം ഈ ചെക്കിൽ നിങ്ങളെ ആധാറിലുള്ള പേര് തന്നെയാണോ, ഈ പേര് തന്നെയാണോ ബാങ്ക് അക്കൗണ്ടൊക്കെ ഉള്ളത്, ഇത് ഈ പേരിലാണ് ചെക്ക് വരിക, പേര് മാറിക്കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞാൽ അവർ അങ്ങനെയല്ല, ആധാറിലുള്ള പേര് അങ്ങനെയല്ല, ആധാറിൽ അച്ഛൻ്റെ പേരാണ് ഉള്ളത്, ഞാൻ പറഞ്ഞത് ഹസ്ബൻഡിൻ്റെ പേരാണ്, അപ്പോൾ അവർ മാറ്റി പറഞ്ഞു തരുന്നുണ്ടോ കേട്ടോ. എന്റെ ആധാർ ഞാൻ കറക്റ്റ് ഇരുന്നാണ് കൊടുത്തിരുന്നത് ലതാകുമാർ. അല്ല അത് കറക്റ്റ് തന്നെ. ചിലപ്പോൾ ഫോട്ടോ ക്ലാരിറ്റി ഇല്ലെങ്കിൽ, ചിലപ്പോൾ നേരത്തെ ലൈറ്റിന്റെ ബൾബിന്റെ ലൈറ്റ് ആണ് അടിക്കുന്നുണ്ടെങ്കിൽ അത് കമ്പ്യൂട്ടറിൽ ഇടുന്ന സമയത്ത് ക്ലിയർ ആയി കാണില്ല. ഓക്കെ, അത് ഞാൻ അന്നേരം ശ്രദ്ധിച്ചില്ലേ, പറഞ്ഞ അന്നേരം ഞാൻ കുഴപ്പമില്ല, അത് മാറ്റിയെടുക്കാം, അത് വിഷയമല്ല, അത് ശരിയാക്കാൻ പറ്റും, അതൊന്നും വിഷയമല്ല കേട്ടോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും വേറെ സംശയം ഉണ്ടോ? സാർ എന്റെ പാൻ കാർഡിന് പ്രശ്നമുണ്ട്, ശരിയായിട്ടില്ല. സഫൂറിയാണ്. ഏതോ ഒന്നിന് പേര് വ്യത്യാസം അല്ലേ? അപ്പൊ എന്റെ പേര് വരും അബൂബക്കർ. പാൻ കാർഡ് നിങ്ങൾ അക്ഷയ സെന്ററിൽ പോയി കഴിഞ്ഞാൽ 2-3 ദിവസം കൂടി ശരിയായി കിട്ടും. അതിപ്പോ പോണ്ടി വരും അല്ലേ? അക്ഷയ സെന്ററിൽ പോയാൽ 2 ദിവസം കൂടി മാറ്റി കിട്ടും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഈ ID ഉണ്ടാക്കുന്ന ആൾക്കാരല്ലേ, ആധാർ ഉണ്ടാക്കുന്ന ആൾക്കാരും ഏത് ID പ്രൂഫ് ഉണ്ടാക്കുന്ന ആൾക്കാരും എങ്ങനെയുള്ള ആൾക്കാരെന്ന് എനിക്കറിയില്ല, എല്ലാത്തിനും പേര് വ്യത്യാസമായിരിക്കും. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കുമ്പോൾ ആധാറിലെ പേരായിരിക്കില്ല,
പാൻ കാർഡ് ഉണ്ടാക്കുമ്പോൾ വേറെ പേരായിരിക്കും. ഈ ID ഉണ്ടാക്കുന്നവർക്ക് ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുന്ന സമയത്ത് വർഷം മാത്രം കൊടുക്കും ആധാർ. ചില ആൾക്കാർ ആധാറിനകത്ത് വർഷം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവർ ശരിക്കും പറഞ്ഞാൽ ആധാർ ഉണ്ടാക്കുന്ന ഐഡന്റിറ്റി കാർഡാണ്. ഒന്നുകിൽ SSC ബുക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത് വെച്ചായിരിക്കും എടുക്കുന്നുണ്ടാവും. അല്ല, അത് കറക്റ്റ് ID എടുക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിൽ ID സ്റ്റാഫ് ID വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് റോങ് ബിസിനസ് പരിപാടി ചെയ്യുന്നത്. കാരണം ഒരുപാട് ആൾക്കാരുടെ ID പ്രൂഫിൽ റോങ് ആണുള്ളത്. പിന്നെ നമ്മുടെ നാട്ടിലെ ബാങ്കിലെ ആൾക്കാർ പാസ്ബുക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അക്കൗണ്ട് നമ്പറിന് മുകളിൽ സ്റ്റാമ്പ് അടിച്ച് വെക്കുക. പിന്നെ ജീവിതത്തിൽ അക്കൗണ്ട് നമ്പർ ആൾക്ക് വായിക്കാൻ പറ്റില്ല. ശ്രദ്ധിച്ചിട്ടുണ്ട്, പല ആൾക്കാർ പാസ്ബുക്കിൻ്റെ അത് പുറത്ത് അക്കൗണ്ട് നമ്പർ IFSC കോഡിന് മുകളിൽ സ്റ്റാമ്പ് അടിച്ച് വെക്കും. ഒരാൾക്കത് വായിക്കാൻ പറ്റില്ല. അത് ബാങ്കിൽ പോയി ചോദിച്ചാൽ അവർക്ക് തമാശയും കളിയാക്കായോ? ശരിയല്ല, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പല ആൾക്കാരെ പാസ്ബുക്ക് അങ്ങനെ ഉണ്ടാവുക. അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പറിന്റെ മുകളിൽ മടക്ക് വരുന്നുണ്ടാവും. ആ പാസ്ബുക്കിന് മടക്കില്ലേ, അത് അക്കൗണ്ട് നമ്പർ അതിന് മുകളിലുണ്ടാവുക. നമ്മൾ ഊഹിച്ചോളൂ. ഇതൊക്കെയാണ് നമുക്ക് പല ആൾക്കാരും ബാങ്കിൽ അക്കൗണ്ട് കൊടുക്കാൻ സമയത്ത് തരുന്നുണ്ടാവും. അത് നമ്മളെ നാട്ടിലെ ഓഫീസിന്റെ പ്രശ്നമാണ്, സ്റ്റാഫിന്റെ പ്രശ്നമാണ്. ഗവൺമെന്റ് സ്റ്റാഫാണ്, പണിയെടുക്കാൻ താല്പര്യമില്ലാണ്ട് അങ്ങനെ വരുന്നതാണ്, മര്യാദക്ക് എടുക്കാതുകൊണ്ടാണ്. അതേപോലെ തന്നെ അജീഷ് സാറിന്റെ പാൻ കാർഡിലെ പേരും എന്താ പറയാ, അജീഷ് സാറിന്റെ എല്ലാ സ്ഥലത്തും അജീഷ് C ആണെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് മാത്രം C അജീഷ് ആയി. പാൻ കാർഡിൽ C. എടുത്ത ഉണ്ടാക്കിയ സ്റ്റാഫ് തലതിരിഞ്ഞ സ്റ്റാഫാണ്, അതാണ് തിരിഞ്ഞു പോയത്. ഞാൻ ആക്ച്വലി എൻ്റെ മോൻ്റെ ചെറിയ കുഞ്ഞിന് പ്രസവിക്കാൻ അവിടെ ഹോസ്പിറ്റലിലെ സമയത്ത് പാസ്പോർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അതിൻ്റെ അടുത്ത് തന്നെ പാസ്പോർട്ട് ഓഫീസായിരുന്നു. അവിടെ ചെന്ന സമയത്ത് അവിടെ 10 മണിക്കാണ് ഓഫീസ് ഓപ്പൺ ആവുക. അവർ വന്നത് 10:10 വന്നിട്ട് ചായ കുടിക്കാൻ പോയി. വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ച് ചൂടായിട്ടുണ്ടായിരുന്നു. വളരെ നല്ല ലൈനും ഉണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ചോദിച്ചപ്പോൾ നിങ്ങൾ ഡ്യൂട്ടി ടൈം എപ്പോഴാണെന്ന് വെച്ചാൽ പറഞ്ഞു 10 മണിക്കാണ്. ഞാൻ ഇപ്പോൾ ടൈം എത്രയായി? 10:20. നിങ്ങൾ ചായ കുടിച്ച് വരണം അത്രയും. അവർ എൻ്റെ പേപ്പർ വാങ്ങിച്ച് അപ്പം തന്നെ ചെയ്തു തന്നു. നാട്ടിൽ ഈ ഗവൺമെൻറ് സ്റ്റാഫിനൊക്കെ പണിയെടുക്കുന്ന കാര്യത്തിൽ ഇങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ ചോദിക്കേണ്ട കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്തുതരും. ഡോക്യുമെൻ്റ് തെറ്റി കഴിഞ്ഞാൽ അവരോട് പറഞ്ഞ് ചെയ്യിപ്പിക്കണത്. ബാങ്കിലെ പാസ്ബുക്കൊക്കെ കറക്റ്റ് പേരാക്കി വെക്കണം. ഓക്കെ, ആരുടെങ്കിലും പേരൊക്കെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടെങ്കിൽ. ഇനി അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. എല്ലാ അപ്ലൈനും എല്ലാ ലീഡേഴ്സും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നിങ്ങളുടെ ഒരു ഡൗൺലൈൻസ് ഫസ്റ്റ് പർച്ചേസിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ലീഡേഴ്സും ശ്രദ്ധിക്കുക. ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞാൽ പറ്റുവാണെങ്കിൽ പിറ്റേ ദിവസം തന്നെ നിങ്ങൾ ആ ID വെച്ച് രണ്ടാമത്തെ പർച്ചേസിങ് ചെയ്യാൻ ശ്രമിച്ച് നോക്കുക. കാരണം അവരെ KYC അപ്രൂവലിന് വെയിറ്റ് ചെയ്യുന്നുണ്ട് കമ്പനി. KYC നിങ്ങൾക്ക് പ്രോബ്ലം ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് മെയിൽ അയച്ച് ശരിയാക്കണം. ഇല്ലെങ്കിലെന്ന് വെച്ചാൽ മാസം അവസാനം ക്ലോസിംഗ് ഡേറ്റിൽ പോയിട്ട് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് അവർ KYC അപ്രൂവലിനോട് കാത്തുകിടക്കുന്ന കമ്പനിക്ക് മെയിൽ അയച്ച് 3 ദിവസം പിടിക്കും. കൺസിസ്റ്റൻസി 14-ാം തീയതി മറ്റന്നാൾ തീരുന്ന സമയത്ത് ഇതേപോലെ കുറേ പ്രശ്നങ്ങൾ വരും. അത് എല്ലാവർക്കും മനസ്സിലാവില്ല. പക്ഷേ ലീഡേഴ്സ് നിങ്ങൾ മസ്റ്റായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വ്യക്തി പർച്ചേസിങ് കഴിഞ്ഞാൽ ലീഡേഴ്സ് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. പുതിയ വ്യക്തികൾ പറയണ്ട, ലീഡേഴ്സ് ശ്രദ്ധിക്കുക. നിങ്ങളുടെ ഒരു വ്യക്തി ഫസ്റ്റ് പർച്ചേസിങ് കഴിഞ്ഞാൽ വേണമെങ്കിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ പോയിട്ട് ആ വ്യക്തിയുടെ ID അടിച്ചൊന്ന് പർച്ചേസിങ് കൊണ്ട് ശ്രമിച്ച് നോക്കുക. അപ്പോൾ പർച്ചേസിങ് കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്യുന്ന സമയത്ത് കാണിക്കും KYC അപ്രൂവൽ ആയിട്ട് കാത്തും ഒരു മെസ്സേജസ് വരും. അങ്ങനെയാണെങ്കിൽ അവരെ ആധാർ കാർഡ് ഒന്നുകൂടെ വാങ്ങിച്ചിട്ട് കമ്പനിക്ക് ഇൻഫോയിൽ മെയിൽ അയച്ചു കഴിഞ്ഞാൽ അത് 2 ദിവസം കൊണ്ട് ശരിയാവും. പിന്നെ അവർക്ക് ഒരിക്കലും പർച്ചേസിങ് ബുദ്ധിമുട്ട് വരില്ല. അതിനെന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, എനിവേ ഞാൻ ഇത്രയും കാര്യം പറഞ്ഞ് ബാക്ക് ടു നമ്മുടെ ശ്രീജ മാഡം പോയോ? സോപ്പ് പൊടിന്റെ ഉപയോഗം എങ്ങനെയാണ്? സോപ്പ് പൗഡർ, സോപ്പ് പൊടിയുടെ ഉപയോഗം അത് ഫ്രീ പ്രോഡക്റ്റ് കിട്ടിയതാണ്. അപ്പൊ അതിന്റെ ഉപയോഗം എങ്ങനെയാണ്? അല്ല, അങ്ങനെയല്ല, അത് നമ്മൾ അതിന്റെ അളവാ ചോദിക്കുന്നത്. തുണി അലക്കാനാന്ന് മനസ്സിലായി. 500 ഗ്രാമാ കിട്ടിയത്. നമ്മള് സാധാ ലിക്വിഡ് നമ്മൾ ഒരു മൂടിയാണല്ലോ എടുക്കേണ്ടത്. ഇത് പിന്നെ എത്രയാണ്, എങ്ങനെയാണ്? നമ്മൾ സാധാരണ പിന്നെ സോപ്പ് പൊടി ഉപയോഗിക്കുന്ന പോലെ അത്ര എടുക്കണ്ടല്ലോ, കൂടുതൽ എടുക്കണ്ടല്ലോ. അത് എത്രയാണ് അതിന്റെ അളവാ ഞാൻ ചോദിക്കുന്നത്. അളവാണ് ഞാൻ ചോദിക്കുന്നത്. സാധാരണ എടുക്കുന്ന അത്രയും വേണ്ട, അതിലും കുറച്ചിട്ടേ വേണ്ടു. വളരെ കുറച്ച്. നമ്മൾ ദുബായിൽ സോപ്പ് പൊടി ഇല്ല, നമ്മൾ ലിക്വിഡ് വാഷ് ഉപയോഗിക്കല്. ഒരടപ്പ് മാത്രമേ ഉള്ളൂ. അപ്പൊ സോപ്പ് പൊടിക്ക് എങ്ങനെയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. പക്ഷെ നമ്മളെ എല്ലാ പ്രൊഡക്റ്റും നിങ്ങൾ മറ്റുള്ള കമ്പനിയുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ കുറച്ചേ വേണ്ടു. എല്ലാം ഫേസ് വാഷ് ആയാലും പോലും ഒരു ചെറിയ ഡ്രോപ്സ് മതി നമ്മുടെ മുഖത്ത് ക്ലീൻ ചെയ്യാൻ. ഈ ഫേസ് വാഷ് ജെൻസിന് തന്നെ വേറെ തന്നെ വരുന്നുണ്ടോ? ജെൻസിന് വേറെ ഉണ്ട്. അതെ, അല്ലെ നമ്മളിപ്പോ നിലവില് വാങ്ങുന്നത് കോമൺ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലേ? എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ വാങ്ങിക്കുന്ന 146 രൂപയുടെ സാധനം ഓയിലി സ്കിന്നാണ്.
അത് ശരിയാ. അത് ചില ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ മുഖത്തുള്ള കുരു പൊങ്ങി വരും. അപ്പൊ അങ്ങനെയുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ആദ്യമായിട്ട് വാങ്ങിച്ച വ്യക്തി അപ്പൊ തന്നെ കംപ്ലൈന്റ് ആയിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ പുതിയ വ്യക്തിയാണ്, നമുക്ക് ടെൻഷനാണ് അല്ലെ, മുഖക്കുരു വന്നല്ലോ എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എപ്പോഴും ഫേസ് വാഷ് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മുഖത്തിടുന്ന എന്ത് സാധനം കൊടുക്കുന്ന സമയത്ത് അവരെ എല്ലാ ഡീറ്റെയിലും ചോദിക്കണം. കാരണം ഓയിലി സ്കിൻ ആണോ ഡ്രൈ സ്കിൻ ആണോ ഇതൊക്കെ ചോദിച്ചു. ഒരു മിനിറ്റ് സാർ, ഒരു ഡൗട്ട് ഉണ്ട്. പറയൂ. ഇതല്ല സാർ, ഒരു ഡൗട്ട് ഉണ്ട്. ഞാൻ ഒരു ഐഡി കൊടുത്ത ആളിന് പിന്നെ അയാളുടെ ഇനിഷ്യല് ആറിന് വരെ പി ആയിപ്പോയി. അപ്പൊ അത് KYC ചെയ്ത് കൊണ്ടുപോകണോ അതോ വല്ല തിരുത്താൻ മാർഗമുണ്ടോ? അല്ല, റിജക്ഷൻ വന്നോ? ഇല്ലല്ലോ. ഇല്ല, റിജക്ഷൻ വന്നിട്ടില്ല. അയാള് പിന്നെ ഫസ്റ്റ് പർച്ചേസ് നടത്തിയതുമില്ല. കുഴപ്പമില്ല, അത് കുഴപ്പമില്ല രാജോട്ടാ. അവര് പർച്ചേസിങ് ചെയ്തോട്ടെ. അവർക്ക് ചിലപ്പോൾ KYC റിജക്ഷൻ എന്ന് പറഞ്ഞാൽ മെസ്സേജ് വരാൻ സാധ്യതയുണ്ട്. മെസ്സേജ് വന്നെങ്കിൽ നമുക്ക് വീണ്ടും ID പ്രൂഫ് കൊടുത്ത് ഒന്നുകൂടി ചെയ്യാം. ഒന്നും വന്നിട്ടില്ല എങ്കിൽ അവർ ഐഡി ആക്ടിവേഷൻ ചെയ്യണോ? ID ആക്ടിവേഷൻ ചെയ്ത ഒരു കുഴപ്പമില്ല. ഇനി എപ്പോഴാണ് ഞാൻ മാറ്റുന്നത് വെച്ചാൽ അവരുടെ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും സബ്മിഷൻ ചെയ്യുന്ന സമയത്ത് ഞാനൊരു മെയിൽ അയച്ചോളാം. അതെന്ന് വെച്ചാൽ നമ്മുടെ പേരിൽ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ അയച്ചു കഴിഞ്ഞാൽ അവർ പേര് ചേഞ്ച് ആക്കി തരും. ഇനീഷ്യല് പി എന്നുള്ളത് 6 ആക്കി തരാൻ വേണ്ടി നമ്മൾ മെയിൽ അയക്കും. അതൊക്കെ ഞാൻ ചെയ്തുതരാം. പിന്നെ എപ്പോഴാണ് ചെയ്യാൻ പറ്റും? അവരുടെ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും അപ്ഡേഷൻ ചെയ്യുന്ന സമയത്ത് അത് ചെയ്യാൻ പറ്റും. പിന്നെ ഉദയഭാൻ എന്ന് പറയുന്ന അയാള് ഉദയൻ എന്നാണ് എൻ്റെ അടുത്ത് പേര് പറഞ്ഞത്. അയാൾ അങ്ങനെ അടിച്ചുപോയി. അപ്പൊ അയാൾക്കത് പിന്നെ രജിസ്ട്രേഷൻ വന്നായിരുന്നു. അയാൾക്ക് പിന്നെ മെയിൽ അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് എത്ര നാളുകൂടി കിട്ടും? അത് മെയിൽ അയച്ചു കഴിഞ്ഞാൽ 2 ദിവസം കിട്ടും. എന്തൊക്കെ ഡോക്യുമെന്റ് കൊടുത്ത് മെയിൽ അയക്കുമ്പോൾ? പിന്നെ നമ്മുടെ പാൻ കാർഡ്, പിന്നെ ആധാർ കാർഡ്, പിന്നെ പാസ്ബുക്ക്. അത് 3 ദിവസം കൊണ്ടാവും. അത് അയച്ചാലും തന്നെ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെക്ക് ചെയ്യാൻ അവർ പേര് മാറിയിട്ടുണ്ടോ? അവിടെ ഇന്നോ നാളെ മാറും. അല്ല, ഞാൻ നോക്കിയായിരുന്നു, ഇന്നും ആയിട്ടില്ല. അപ്പം പുള്ളി ആദ്യം മേടിച്ച സാധനം പിന്നെ രണ്ടാമത് ഒന്നുകൂടെ കട്ട് ചെയ്തപ്പോഴെങ്കിൽ രജിസ്ട്രേഷൻ വന്നത്. അങ്ങനെ പിന്നെ പുള്ളി കുറെ സാധനം മേടിച്ചിട്ട് പിന്നെ പൈസ പെയ്ഡ് ചെയ്തിട്ട് പോയിട്ടുണ്ട്. പിന്നെ ആ ബില്ലിപ്പം അത് ഇത് വന്നു കഴിഞ്ഞാൽ അടിക്കാൻ പറ്റത്തുള്ളൂ. KYC പെൻഡിങ് ഉണ്ടാവും അല്ലേ? അതെ. അത് നാളെ എല്ലാം മറ്റന്നാൾ ആയിക്കോളും. ഓക്കെ സാർ, താങ്ക് യു. സംശയങ്ങൾ ആർക്കും കൊണ്ട് ചോദിക്കാം. ഇല്ലാതാക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് ആകും, കുഴപ്പമില്ല കേട്ടോ. ആർക്കും കൊണ്ട് ചോദിക്കാം. നമുക്ക് അങ്ങനെ സമയമായി 1 മണിക്കൂർ 1.5 മണിക്കൂറായി. ഒന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സാറേ, നൗഷാദ് ഭായിന്റെ ഇതേമാതിരി ഞാൻ യെസ് അടിച്ചിരുന്നു പേരിന്റെ കൂടെ. അത് മാറ്റാം. അത് അവരുടെ ബാങ്ക് ഡീറ്റെയിലും പാൻ കാർഡും ആധാറിന്റെ ഫോട്ടോ അയച്ചെന്നാല് പേര് മാറ്റിത്തരാം. എപ്പോഴും പേര് ചേഞ്ചിങ് ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ബാങ്ക് ഡീറ്റെയിൽ എല്ലാം സബ്മിഷൻ ചെയ്യണം കേട്ടോ. അത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഒരിക്കൽ പേര് മാറ്റാൻ കൊടുക്കുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ എൻ്റെ പാൻ കാർഡിൽ അതല്ല പേര് വീണ്ടും പേര് മാറ്റുന്ന പറയും. അപ്പം അങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഒരു പേര് ചേഞ്ച് ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ് എല്ലാം ക്ലിയർ ആയിക്കോളും. ഒറ്റ ഡോക്യുമെന്റ്സ് എല്ലാം ക്ലിയർ ആവും കേട്ടോ. നൗഷാദ് ഭായിക്ക് ബാങ്ക് ഡീറ്റെയിൽ കൊടുക്കണ്ട്, ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഒരു 100 രൂപ വരുമാനം വരാൻ തുടങ്ങി അക്കൗണ്ട് നമ്പർ കൊടുത്തേക്കും കേട്ടോ. അക്കൗണ്ട് നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട. എല്ലാവർക്കും അക്കൗണ്ടിലേക്ക് പൈസ വരുമ്പോൾ സന്തോഷം വരിക. വൗച്ചർ വരുമ്പോൾ സന്തോഷം കിട്ടൂല. സാറേ, ഞാന് പിന്നെ 100 രൂപ സാധനം വാങ്ങിച്ചേ. അതില് ഇതില് വന്നതില് 12ാമത് എന്റെ പേരാ. അപ്പൊ ഞാനത് ചെയ്യേണ്ടതുണ്ടാ? ഇല്ല, അതെന്തിനാ ആ പേരെന്തിനാ വന്നു വെച്ചാൽ അത് എൻ്റെ വക ഒരു ഗിഫ്റ്റാണ്. നമ്മുടെ ടീമിലുള്ള 100 PV ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കാറുണ്ട് ഞാൻ എല്ലാ മാസം. ആ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു ലക്കി ഡ്രോ ആണ്. അവരുടെ പേര് എഴുതി വെച്ചെന്നുള്ളൂ കേട്ടോ. മനസ്സിലായോ മറിയം മേഡം? അത് സ്പെഷ്യൽ ഗിഫ്റ്റ് ആണ്. എന്റെ ടീമിലുള്ള 100 PV ചെയ്യുന്നവർക്കുള്ള ഒരു ഗിഫ്റ്റ് ലക്കി ഡ്രോയിലൂടെ ഒരാളെ തെരഞ്ഞെടുക്കും, അവർക്ക് കൊടുക്കുന്ന. സാറേ, ഒന്നും കൂടി പറഞ്ഞോ. 4 മാസം അടുപ്പിച്ച് ചെയ്താൽ മാത്രമാണ് അത് മറിയാൻ മേഡം. 4 മാസം അത് വേറെ കൺസിസ്റ്റൻസി പറഞ്ഞാൽ 4 മാസം കണ്ടിന്യൂ 100 PV ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 മാസം നിങ്ങൾക്ക് ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. 5ാമത്തെ മാസം 2500 മേലെ ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും കേട്ടോ. 4 മാസം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും, 5ാമത്തെ മാസം വീണ്ടും കിട്ടും. അപ്പൊ ഞാൻ ബാങ്കിലെ കൊടുത്തിട്ടില്ല. ബാങ്കിലെ കൊടുത്തു, ബാങ്കിലെയും പാൻ കാർഡും കൊടുത്തു. കൊടുത്തിട്ടില്ല. അത് അയച്ചു കൊടുത്തേക്കും. ബാങ്കിലെ ഡീറ്റെയിലും പാൻ കാർഡും അയച്ചു കൊടുക്കും കേട്ടോ.
ആർക്കെങ്കിലും പാൻ കാർഡ് ഇല്ലാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പാൻ കാർഡ് ഇപ്പം തന്നെ അപ്ലിക്കേഷൻ കൊടുക്കണം. സാർ 3 മാസം കൊണ്ട് പിന്നെ 400 PV ആയാലേ ഗുണമുണ്ടോ? അല്ല, എത്ര മാസമായാലും രാജ്യയുടെ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് വരുമാനം അതാത് മാസം ചെയ്യുന്നതിന് വരുമാനം കിട്ടും. അല്ലല്ല, ഈ പിന്നെ 4 മാസം ചെയ്യുമ്പോ 4 മാസം 100 PV അതില്ല, കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ സ്ഥിരതയുള്ള കസ്റ്റമർ. 100 PV ചെയ്യുന്ന വ്യക്തി 4 മാസം 100 ചെയ്താൽ 2515. രാജ്യചേട്ടന് 400 PV 4 മാസം ചെയ്യാൻ പറ്റുമെങ്കിൽ 2515 4 വൗച്ചർ കിട്ടും. അല്ലല്ല, ഇപ്പം 3 മാസം കൊണ്ട് 400 PV ആയി. അല്ല, അത് കിട്ടില്ല. അപ്പം അത് 3 കൂട്ടുള്ളൂ, മറ്റേ കൂട്ടില്ല. കൂട്ടത്തില്ല. ശരി. ഓക്കെ ഓക്കെ. രാജ്യചേട്ടൻ ഇപ്പം 2 മാസം 100 PV ചെയ്തു, 3-ാമത്തെ മാസം 200 ചെയ്തെങ്കിൽ 4-ാമത്തെ മാസം നിങ്ങൾക്ക് 100 ചെയ്താൽ ഒരു കൺസിസ്റ്റൻസി കംപ്ലീറ്റ് ആവും. ഈ 4-ാമത്തെ മാസം 200 ചെയ്തെങ്കിൽ 2-ാമത്തെ കൺസിസ്റ്റൻസി 2 മാസം കേട്ടോ. ചില ആൾക്കാരും ചെയ്യുന്നത് 100 PV ചെയ്യും, പിറ്റത്തെ മാസം 100 ചെയ്യും, അതിന്റെ 3-ാമത്തെ മാസം 200 ചെയ്യും, 5-ാമത്തെ മാസം ചിലപ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്ന ആൾക്കാരുണ്ടോ. അവർ അത് ശ്രദ്ധിക്കണം. അത് നിങ്ങൾ അപ്ലയൻസ് ആണ് ശ്രദ്ധിക്കേണ്ടത്. എല്ലാ ലീഡേഴ്സും നിങ്ങളുടെ ഡൗൺലൈൻസിന്റെ കൺസിസ്റ്റൻസി നോട്ട് ചെയ്യണം. ആരൊക്കെ ചെയ്യുന്നുണ്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കണം. 165 ഉണ്ടായിരുന്നു, അതാണ് ചോദിച്ചത്. 165 ഉണ്ടെങ്കിൽ രാജ്യചേട്ടൻ ഇപ്രാവശ്യം 165 ചെയ്യുകയാണെങ്കിൽ 60 PV 2 മാസം കംപ്ലീറ്റ് ആവും. ഓക്കെ ഓക്കെ, ശരി. അത് സുഷിതയ്ക്ക് ഇന്ന് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ആദ്യത്തെ മാസം 159 ചെയ്തു, പിറ്റത്തെ മാസം 160 ചെയ്തു. 59 സ്ഥലത്ത് 160 ആണെങ്കിൽ 260 കൺസിസ്റ്റൻസി ആണ്. അത് ആൾക്കാർ അന്ന് ചിന്തിക്കില്ല. ഞാനത് പറയാറുണ്ട് പല ആൾക്കാർ. ഇന്നും ഭീമ ഒരാൾ പറഞ്ഞു 59 PV ആയിട്ടുണ്ട്, ഒരു PV കൂടെ കയറ്റാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 60 കൺസിസ്റ്റൻസി എപ്പോഴെങ്കിലും അഥവാ ചെയ്യാലോ എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അവർ കാര്യമായിട്ട് എടുത്തില്ല. എപ്പോഴും ഞങ്ങളെല്ലാവരും ഞാൻ എല്ലാ കാര്യങ്ങളും മാക്സിമം പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓക്കെ ഓക്കെ സാർ. ഓക്കെ, 10:30 1.5 മണിക്കൂറായി. നമ്മളെ ഉണ്ടോ? പറയൂ. പറഞ്ഞോ. വൈഫിനെന്തോ സംസാരിക്കേണ്ടത് ഒരു സംശയം. ചോദിക്കൂ വൈഫ്. എന്താ പേര് വൈഫ്? ഹലോ, സുഫിയ. ഓക്കെ സുഫിയ, പറഞ്ഞോ. അത് ക്രിയാറ്റിൻ ഉള്ള പേഷ്യൻസിന് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഉണ്ട്. ഓക്കെ, അത് നമ്മൾ ഡോക്ടർ വിനോദ്. എനർജി ഡ്രിങ്ക്സ് അങ്ങനെ. ക്രിയാറ്റിൻ ഹൈ ആണോ? ഹൈ ഉള്ളത്. സാറേ, വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ക്രിയാറ്റിൻ ഹൈന്നേ പറഞ്ഞിട്ടുള്ളൂ. അവർക്ക് എനർജിക്ക് ആയിട്ട് എന്തെങ്കിലും ഡ്രിങ്ക് കുടിക്കാൻ വേണ്ടിട്ട്. അവർക്ക് വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ എന്തെങ്കിലും സ്ഥിരമായിട്ട് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടോ? ഏജ് എത്രയാണ്? എന്താ വർക്ക് ചെയ്യുന്നത്? ഇതൊക്കെ അറിയാം. 65 ഉണ്ടാവും. ഓക്കെ, അവർക്ക് വേറെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടോ? സ്ഥിരമായിട്ട് മെഡിസിൻ എടുക്കുന്ന ആളാണോ? വേറെ അവർക്ക് സർജറി കഴിഞ്ഞിട്ട് ഇപ്പൊ ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടുള്ളതാണ്. എന്തിന്റെ സർജറിയാണ്? മുട്ട്. വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? വേറെ പ്രത്യേകിച്ച് എനിക്ക് അറിയില്ല. ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. അത് ചോദിച്ചിട്ട് നിങ്ങൾ ഗ്രൂപ്പിനകത്ത് ഇട്ടാൽ മതി. നാളെ പ്രൊഡക്റ്റ് ഗ്രൂപ്പിൽ ഇട്ടെടുത്താ അപ്പൊ വിനോദ് സാറിന്റെ ഡീറ്റെയിൽ പറഞ്ഞു. വിനോദ് സാറിനോട് എനിക്ക് ചോദ്യമുണ്ട്. വിനോദ് സാർ പറയൂ. 5 വയസ്സുള്ള കുട്ടിയാണ്. അപ്പൊ പുള്ളിക്ക് ആൺകുട്ടിയാണ്. കഴുത്തിന് ചുറ്റും ഇങ്ങനെ കറുപ്പാണ്. കഴുത്ത് ഫുള്ളും ചുറ്റുമുണ്ട് കറുപ്പ്. അതൊരു 4 വയസ്സാണ്. അത് മാറുന്നില്ല. അപ്പം അതിനുള്ള പ്രോഡക്റ്റ് എന്താണ് കൊടുക്കുന്നത്? സപ്ലിമെന്റ് എന്താണ് കൊടുക്കുന്നത്? അല്ലെങ്കിൽ ക്രീം എന്താണ് കൊടുക്കുന്നത്? അവിടെ മാത്രമേ ഉള്ളൂ? കഴുത്തിന് ചുറ്റുമുള്ളു. വേറെ എവിടെയില്ല? നല്ലോണം കറുത്തിട്ടുണ്ട്. നമ്മുടെ സോപ്പ് ഉപയോഗിക്കാം മെയിനായിട്ട്. നാളെ ഇതിനകത്ത് എനിക്ക് പേഴ്സണൽ ഇട്ടാൽ മതി. മെയിനായിട്ട് അവര് സോപ്പ് ഉപയോഗിക്കുക, നമ്മുടെ നീം സോപ്പ് ഉപയോഗിക്കുക. ഇല്ല, അവര് ഉപയോഗിക്കാൻ തുടങ്ങിയവരല്ലത്. അല്ല, നമ്മുടെ നീം സോപ്പ് കൊടുക്കുക. എന്നിട്ട് അത് നന്നായിട്ട് യൂസ് ചെയ്യാൻ പറയാം. അത് യൂസ് ചെയ്യാന്ന് വെച്ചാല് ഡ്രൈ ആവുന്നവരെ വെയിറ്റ് ചെയ്യുക. കഴുത്തിന് തേച്ചു കൊടുക്കുക, എന്നിട്ട് ഡ്രൈ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഒരു കാര്യം. 2 ഗമ്മീസ് കൊടുക്കാം കുട്ടിക്ക്. മൾട്ടി വിറ്റാമിൻ ഗമ്മീസ് കൊടുക്കാം. ഗമ്മീസ് കൊടുക്കുക. കാരണം ഏതെങ്കിലും വൈറ്റമിൻസിന്റെ ഒക്കെ പ്രശ്നം കൊണ്ടാണ് വരുന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിക്കോളും. ഓക്കെ, ഇത് രണ്ടും മതിയല്ലോ? അത് രണ്ടും കൊടുത്തു.
അല്ല വല്ല പിന്നെ ഈ പെട്ടെന്നുള്ള ഒന്നും കൊടുക്കണ്ടല്ലോ. പുരട്ടേണ്ട ക്രീമൊന്നും ആവശ്യം വരുന്നില്ല. ക്രീം പിന്നെ മോയ്സ്ചറൈസർ വേണ്ടി യൂസ് ചെയ്യാം. മോയ്സ്ചറൈസർ ഓക്കെ ഓക്കെ. ഡെയിലി മോയ്സ്ചറൈസർ ഉണ്ടല്ലോ നമ്മുടെ ക്രീം, അത് യൂസ് ചെയ്യാം. ആ അത് കൊച്ചു പിള്ളേർക്ക് പെട്ടെന്ന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല ഇല്ല ഇല്ല, കുഴപ്പമില്ല. ഓക്കെ സാർ, താങ്ക് യു. ഓക്കെ ഓക്കെ ഓക്കെ, വെൽക്കം. പ്രതിഭാഗം ഓക്കെ, സമയത്തിരിയായി. നമുക്ക് ക്ലോസ് ചെയ്തൂടെ? ഓക്കെ, സാർ ഈ സന്ധിഭാഗത്തിനുള്ള എന്നാ കൊടുക്കുക? ഒരസുഖത്തിന് മാത്രം ഒരിക്കലും ചോദിക്കരുത്. അവർക്ക് ഇവിടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പറയണം. ഞാൻ അതാണ് ഇത്രയും സമയം ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. നമ്മള് അവർക്ക് ഓരോ വേറെ ഡീറ്റെയിൽ എന്തെങ്കിലും ചോദിച്ചിട്ട് ഡിസ്ട്രിക്ട് ഉണ്ട് ഒന്ന് അയച്ചു കൊടുത്താൽ കേട്ടോ. അവരെന്തൊക്കെ ചോദിച്ചിട്ട് പ്രശ്നങ്ങൾ പറഞ്ഞു. അന്വേഷിച്ച് ചോദിക്കും. ഫുൾ ഡീറ്റെയിൽ ചോദിക്കും കേട്ടോ. അത് വിനോദന് അയച്ചു കൊടുത്താൽ മതി. ഓക്കെ, ശരി. ഓക്കെ ഓക്കെ ഓക്കെ. താങ്ക് യു സാർ, ഗുഡ് നൈറ്റ്. ഞാൻ പോന്നു. ഓക്കെ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. സമയം വൈകുന്നത്. ഓക്കെ, ശ്രീജ മാഡം. ബാക്കിയുള്ളവർ പേഴ്സണലായിട്ട് ചോദിക്കട്ടെ. ആ ശ്രീജ മാഡം, അമ്മേനെ കണ്ടിനി, അമ്മേനെ കണ്ട് നല്ലോണം സംസാരിച്ച് സന്തോഷം. ഓക്കെ ഓക്കെ. അതെ സാർ. അമ്മ പറഞ്ഞു. ഓക്കെ. ആ ആ ഓക്കെ, താങ്ക് യു. രാവിലെ കാണാം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. രാവിലത്തെ ലിങ്ക് വേറെയാണ് കേട്ടോ, ഗ്രൂപ്പിൽ വന്നിട്ടില്ല. ഓക്കെ, ശ്രീജ മാഡം ക്ലോസ് ചെയ്തു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും താങ്ക് യു. ഇത്രയും നേരം ക്ഷമയോടെ ഇരുന്നേന്ന് 1.5 മണിക്കൂർ കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും എല്ലാം സാറ് പറഞ്ഞ കാര്യവും വിനോദ് സാറ് പറഞ്ഞ കാര്യങ്ങൾ എല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, സോ ഇനിയും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അവരോട് അപ്ലൈനെ കണക്ട് ചെയ്യുക, ഡൗട്ട്സുകളൊക്കെ ക്ലിയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ താങ്ക് യു. വിഷ് യു വെൽ. ഗുഡ് നൈറ്റ്.